ഹായ് മക്കളെ, ന്യൂട്ടൻസിന്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ചാപ്റ്റർ നമ്പർ 2 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം മക്കളെ ഏത് ചാപ്റ്റർ പഠിക്കണം? സെറ്റ്സ് പഠിച്ചിട്ട് വേണം ഈ ചാപ്റ്ററിൽ വരാൻ, എന്നാലാണ് ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഓൾറെഡി നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് എന്താണ് ഈ ഓർഡേഡ് പെയർ എന്നുള്ളത് പഠിച്ചു വെക്കുക. സിമ്പിളാണ്, ഭയങ്കരമായിട്ടൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇതിൽ A, B ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ രണ്ടെണ്ണം വെച്ച് എഴുതും. സെറ്റിൽ നമ്മൾ എന്താ പഠിച്ചേ? ഒറ്റ ഒരെണ്ണം വെച്ചിട്ടുള്ളതല്ലേ സെറ്റിൽ നമ്മളൊക്കെ പഠിച്ചേ. ഇതിൽ നമുക്ക് വരാൻ പോകുന്നത് ഇതേപോലെ പെയർ ആയിട്ടായിരിക്കും, രണ്ട് പേരുണ്ടാവും. നമുക്ക് തന്നെ അറിയാം ഈ ചാപ്റ്ററിന്റെ പേരെന്താണ്? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. അപ്പോൾ അതിൽ റിലേഷൻസിന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റിലേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് പേര് വേണ്ടേ? എന്തായാലും റിലേഷൻസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് പേര് വേണ്ടേ? അത്രേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ രണ്ട് പേരായിട്ട് അങ്ങ് എഴുതാം, സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കതേ. ആദ്യത്തവനായിരിക്കും നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് കോമ്പോണന്റ് എന്ന് പറയാം. രണ്ടാമത്തവനെ സെക്കൻഡ് കോമ്പോണന്റ് എന്ന് പറയാം. ഈ ഓർഡേഡ് പെയർ അങ്ങ് പഠിച്ചു വെക്കുക. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇതാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ ആദ്യം പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ ആദ്യം പഠിച്ചു വെച്ചോ, രണ്ട് ഓർഡേഡ് പെയറുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് തരികയാണ്. എന്താണ്? ഇപ്പം A, Bയും C, Dയും ഈക്വൽ ആണെങ്കിൽ ഇപ്പം ഞാൻ എടുക്കുവാണ്. ഇതിൽ ആദ്യത്തെ എലമെന്റുകൾ ആരാ? ഇതിൽ എയും രണ്ടാമത്തേൽ ആരാ? സിയും ആണ്. അപ്പോൾ അവർ രണ്ടുപേരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് ഇവിടെ രണ്ടാമത്തവന്മാർ നോക്കി, ഇവിടെ ബിയും ഇവിടെ ഡിയും ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചേക്കാം. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം പറയാം. X, Y ദാറ്റ് ഇസ് ഈക്വൽ ടു 3, 4. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇടുക. എന്താ ഇതിന്റെ മീനിങ്? ഇതിൽ ഫസ്റ്റ് ഇതാരാ? X ആണ്. ഇതിലാരാ? 3 ആ. ഇവർ രണ്ടുപേരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വൈയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 4 ആയിരിക്കും. ഇത്രയോട് പരിപാടി. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. നിർബന്ധമായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. ഇവിടെയും നമുക്കറിയാം രണ്ട് പെയേഴ്സ് എന്ത് തന്നിട്ടുണ്ട്? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ എലമെന്റ്, ആദ്യത്തെ കോമ്പോണൻസിന് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്താൽ പോരെ. നമ്മൾ അതിൽ ഇപ്പോൾ പഠിച്ചേ. അപ്പോൾ നമ്മൾ എഴുതുവാണേ x/3 + 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 5/3. ഇത് നമ്മൾ ആദ്യമേ അങ്ങ് എഴുതി വെച്ചേക്കാം. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഈ x/3 ടൈം അവിടെ കിടന്നോട്ടെ. അതുപോലെ ഈ +1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താവും? -1 ആവും. സോ ഞാൻ എഴുതുന്നു 5/3 -1 ആണ്. ഇനി നമുക്കൊന്ന് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാലോ. ഇവിടെ 5 ഉണ്ട്, 5 അതുപോലെ തന്നെ മൈനസ് ഇവിടെ നമ്മൾ ചിലവർക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അറിഞ്ഞില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക? താഴത്തൊരു 1 ഇടാ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 1 × 5 5 മൈനസ് 1 × 3 എത്രയാ? 3 ആയിരിക്കും വരിക. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ x/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2/3 ആണ്. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ നമുക്ക് ക്യാൻസൽ ആവുമല്ലോ. അപ്പോൾ ആൻസർ എന്ത് വരും? x is equal to 2 എന്ന് പറഞ്ഞിട്ട് വരും. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം. ബാക്കി എന്തായിരിക്കും? x is equal to 2 ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും കൂടി കണ്ടുപിടിക്കണം? y-നെയും കൂടി കണ്ടുപിടിക്കണം. സോ നമ്മൾ കണ്ടുപിടിക്കുവാണേ y മൈനസ്, അതായത് നമ്മളെ സെക്കൻഡ് കോമ്പോണന്റ്, ഇവിടുത്തെ സെക്കൻഡ് കോമ്പോണന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ y - 2/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 ആയി. y is equal to ഈ -2/3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ സോ ഇവിടെ 1/3 ഓൾറെഡി ഉണ്ട്. ഈ -2/3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? +2/3 ആവും. സോ ആൻസർ എന്തായിരിക്കും? രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? സോ ഞാൻ അതുപോലെ തന്നെ അങ്ങ് എഴുതി. മുകളിൽ ആരാ? 1 + 2 ആണ്. ആൻസർ എന്ത് വരും? 3/3. എത്രയാണ് 3/3 എന്ന് പറയുന്നത്? 1 ആണ്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി മക്കൾക്ക്? 2 കിട്ടി. വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി. ഇതേപോലെ എടുത്ത് എഴുതിയിട്ട് വേണം ഇതേപോലുള്ള ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യാൻ? വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സോ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. എന്താണ് സബ്സെറ്റ് എന്നൊക്കെ ഉള്ളത് ഓൾറെഡി നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഒരു റിലേഷൻ ഞാൻ പറയും. ഇപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഞാൻ പറയാണ്. എപ്പോഴും നമ്മൾ പറഞ്ഞു റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് പേരുണ്ടായാലല്ലേ നമുക്ക് റിലേഷൻസ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അതിൽ കുറച്ച് ഷോർട്ട് ഇതും കൂടി ഞാനിപ്പോൾ പറയും കേട്ടോ. അതും കൂടി മക്കളൊന്ന് മനസ്സിൽ വിചാരിച്ചേക്കുക. അപ്പോൾ ഇതിൽ നമുക്കൊരു റിലേഷൻ പറയാന്നുണ്ടെങ്കിൽ അവർ എയിൽ നിന്നും ബിയിലേക്കുള്ള ഇതാണ് ഒരു റിലേഷൻ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കണം? A × B നമ്മൾ ചെയ്യുമല്ലോ. A × B എന്താണെന്നൊക്കെ ഇപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിളിൽ A × Bയുടെ സബ്സെറ്റുകളായിരിക്കണം. ആ ഒരു ഐഡിയ മനസ്സിൽ വിചാരിച്ചേക്കാം. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം N of A എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. A എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇതെടുക്കുവാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ 1, 2, 3 ഞാൻ എടുക്കുവാണ്. അതുപോലെ തന്നെ ബിയിൽ ഞാൻ എടുക്കുവാണ് ഒരു 4, 5 എടുക്കുവാണ്. ക്ലിയർ? പിന്നെ നമ്മുടെ അടുത്ത് N of A എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്നത് ഇതിൽ സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിൽ എത്ര ഉണ്ട്? ഇവിടെ നമുക്ക് എത്ര അറിയാം? 3 ഉണ്ട് അല്ലേ? 1, 2, 3 3 എണ്ണാണ് ഉള്ളത്. ഇനി നമ്പർ ഓഫ് ബി, അപ്പോൾ N of A നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി.
എൻ ഓഫ് ബി എന്തായിരിക്കും മക്കളെ? ബി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? ബിയിൽ എത്ര ഉണ്ട്? 2 എണ്ണമാണുള്ളത്. സോ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് എത്രയാണ് എൻ ഓഫ് എ ക്രോസ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഇക്വേഷൻ എന്താ? ഇപ്പോൾ എൻ ഓഫ് എയിൽ പി ഉണ്ട്, എൻ ഓഫ് ബിയിൽ ക്യൂ ഉണ്ടെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബിയിൽ എത്ര ഉണ്ടാവും? പി ക്യൂ അഥവാ പി ഇൻറ്റു ക്യൂ ആ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 3 × 2 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര എണ്ണം വരും? 6 ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെക്കണോടാ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ആയിട്ട് അങ്ങനെ പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് ആണ് നമ്മൾ ഇതേപോലെ എന്താണ് ഈ ക്രോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഐഡിയ എപ്പോഴും മക്കളുടെ മനസ്സിൽ വേണം. സോ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഇവിടെ തന്നിരിക്കുന്ന ആരാ? ജി എന്ന് പറഞ്ഞിട്ട് ആര് തന്നിട്ടുണ്ട്? 7 ഉണ്ട്, 8 ഉണ്ട്. അതാണ് നമ്മളുടെ ജി എന്ന് പറയുന്നത്. എച്ച് എന്ന് പറഞ്ഞ് നമുക്ക് അവർ തന്നിരിക്കുന്നത് ആരാ? 5 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം? ജി ക്രോസ് എച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കാര്യം ആലോചിക്കണോടാ, ജി ക്രോസ് എച്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എലമെന്റുകൾ ആരിന്നാവണം? ജീന്നാവണം. രണ്ടാമത്തെ എലമെന്റ്സ് ആരിന്നാവണം? കോമ്പണൻസ് ഏതിന്നാവണം? എച്ചിന്നായിരിക്കണം. ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ അതേ ജിന്ന് നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം? ജിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തൂടെ? 7 ന്ന് 5 വന്നൂടെ? 7 ന്ന് 4 വരാം, 7 ന്ന് 2 വരാം. അതുപോലെ 8 ന്ന് 5 വരാം, 8 ന്ന് 4 വരാം, 8 ന്ന് 2 വരാം. സോ നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇത് എഴുതാൻ പോകുന്നത്? സോ നമ്മൾ എഴുതാൻ പോകുന്നത് ഇതേപോലെ പെയർ ആയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. സോ ആദ്യം ആര് വരും? 7 5 വരും, പിന്നെ ആര് വരും? 7 4 വരും, പിന്നെ ആര് വരും? 7 2 വരും. കഴിഞ്ഞോ? ഇല്ല, ഇനി 8 കൂടി നമ്മൾക്ക് എഴുതണം. 8,5 എഴുതുക, 8 4 എഴുതുക, ദെൻ 8 2 എഴുതുക. ഇങ്ങനെ എഴുതണം. നമ്മൾ ആദ്യമേ പഠിച്ചില്ലേ, ഓഡേഡ് പെയറുകളായിട്ടായിരിക്കും നമ്മൾ ഇതിൽ എഴുതാൻ പോകുന്നത്. ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെക്കാടാ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ച് ക്രോസ് ജി എന്തായിരിക്കും മക്കളെ? എച്ച് ക്രോസ് ജി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ആദ്യം ആര് വരണം? എച്ചിലെ എലമെന്റ്സ് ആദ്യം വരണം. ഇപ്പോൾ ഇവിടെ 5 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. അതുപോലെ ജിയിൽ ആരൊക്കെ ഉണ്ട്? 7 ഉണ്ട്, 8 ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതെ ആർക്ക് വരും? 5 ന്ന് 7 വരും, 5 ന്ന് 8 വരും. അതുപോലെ 4 ന്ന് 7 വരും, 4 ന്ന് 8 വരും. 2 ന്ന് 7 വരും, 2 ന്ന് 8 വരും. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുവാണേ. ഫസ്റ്റ് ആര് വരും? 5 7 വരും. അടുത്തത് ആരായിരിക്കും? 5 8 ആയിരിക്കും. പിന്നെയോ 4 7 ആയിരിക്കും, 4 8 ആയിരിക്കും. പിന്നെയോ 2 7 ആയിരിക്കും, 2 8 ആയിരിക്കും. ഇങ്ങനെ വേണം എഴുതി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെക്കാടാ. അപ്പം ഏതാണോ ക്രോസിൽ ആദ്യം വരുന്നത് ഫസ്റ്റ് എലമെന്റ് അവനിൽ നിന്നായിരിക്കണം. ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞു പോവാണേ. ഇപ്പം ഞാൻ എ ക്രോസ് ബി എന്ന് പറഞ്ഞ് മക്കൾക്ക് തരുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ 1A 2B 3C എന്നാണെന്ന് വെറുതെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് എയിലെ എലമെന്റ്സ് കണ്ടുപിടിക്കണം, ബിയിലെ എലമെന്റ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? നമുക്ക് തന്നെ അറിയാം എ ക്രോസ് ബി ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റുകളെല്ലാം എന്തിൽ നിന്നായിരിക്കും? എയിൽ നിന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെന്റുകൾ നോക്കാമല്ലോ. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. നമുക്ക് അവന്മാരെ എയിലിട്ട് കൊടുക്കാം. 1 2 3. ഐഡിയ കിട്ടിയ? അപ്പം അങ്ങനെ ഈ ബിയിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമതല്ലേ ബി കിടക്കുന്നേ. അപ്പോൾ രണ്ടാമത്തെ എലമെന്റ്സ് അതായത് എ ബി സി രണ്ടാമത്തെ എലമെന്റുകളൊക്കെ ഏതിലായിരിക്കും? ബിയിലുള്ളവരായിരിക്കും. സോ എ ബി സി ഈ ഒരു ഐഡിയയും കൂടി നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യാം. സോ അടുത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്തിൽ പഠിക്കണം? സെറ്റ് ഒന്ന് ഉറപ്പിച്ച് പഠിച്ച് നമ്മുടെ തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് ഉറപ്പിച്ച് പഠിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ കേട്ടോ. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് ചോദിച്ചത് എ എന്ന് പറയുന്നത് 1 2 ആണ്, ബി എന്ന് പറയുന്നത് 1 2 3 4 ആണ്, സി എന്ന് പറയുന്നത് 5 6 ആണ്, ഡി എന്ന് പറയുന്നത് 5 6 7 8 ആണ്. നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളത് എന്താണ്? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. അപ്പം ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും നമ്മൾ എന്തിൽ പറയാ? ഇന്റർസെക്ഷനിൽ പറയാം. ആ ഒരു ഐഡിയ മനസ്സിലാക്കണം കേട്ടോ. സോ നമുക്ക് ചെയ്തു നോക്കാം. അപ്പം ആദ്യമേ തന്നെ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിൽ ആദ്യം ആരെ കണ്ടുപിടിക്കണം? ബി ഇന്റർസെക്ഷൻ സി ചെയ്യണം. അപ്പോൾ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ബിയിലും സിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ 1 2 3 4 ആണ്. സിയിൽ ആരൊക്കെയാ? 5 6 ആ. കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ കോമൺ ആയിട്ട് ആരും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? നല്ലായിട്ട് അങ്ങ് എടുത്തു വെച്ചേക്കാം. ഇത് ഒരിക്കലും മറന്നു പോരുത് കേട്ടോ. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യാലോ. എന്തായിരിക്കും? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. അപ്പം നമുക്ക് എന്താണ് എ എന്ന് പറയുന്നത്? നമുക്കറിയാം 1 2 ആണ്. 1 2 ക്രോസ് എന്ത് വരും? നള്ള. അപ്പം നള്ളിനെ ക്രോസ് ചെയ്ത ആൻസർ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? നള്ള് തന്നെയായിരിക്കും. ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. നള്ളിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നള്ള് തന്നെയായിരിക്കും. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് നോക്കിയാലോ. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇപ്പോൾ LHS നമ്മുടെ കഴിഞ്ഞു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കഴിഞ്ഞു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ പോവാം.
റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ആരെയൊക്കെ കണ്ടുപിടിക്കാനുണ്ട്? എ ക്രോസ് ബി ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എ ക്രോസ് ബിനെ നമുക്ക് കണ്ടുപിടിക്കും. എങ്ങനെ എ ക്രോസ് ബിനെ കണ്ടുപിടിക്കുക? എയിൽ ആരൊക്കെ ഉണ്ട്? 1 2 ഉണ്ട്. ബിയിൽ ആരൊക്കെ ഉണ്ട്? 1 2 3 4 ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം കേട്ടോ. എയിൽ 1 2 ഉണ്ട്, ബിയിൽ ആരൊക്കെ ഉണ്ട്? 1 2 3 4 ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോണേ? ആദ്യം 1 1 വരും, 1 2 വരും, 1 3 വരും, 1 4 വരും. പിന്നെയോ 2 1 2 2 2 3 2 4 ഇതായിരിക്കും വരാം. സോ നമ്മൾ എഴുതി നോക്കുവാണേ 1 1 1 2 1 3 1 4 ഇതായിരിക്കും ആദ്യം വരാം. പിന്നെ ആരൊക്കെ വരും? 2 1 2 2 2 3 2 4 ഇതായിരിക്കും രണ്ടാമത് വരാൻ പോണത്. അപ്പോൾ ടോട്ടലി നമ്മൾ അങ്ങ് എഴുതി വെച്ചു, എ ക്രോസ് ബി എഴുതി വെച്ചു. ഇനി നമ്മൾ അടുത്തത് ആരെ എഴുതണം? ഇവിടെ രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത് ആരെയാ? എ ക്രോസ് സിനെയാണ്. സോ ഞാൻ എടുക്കുകയാണേ എ ക്രോസ് സി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എയിൽ നിന്നും സിയിലേക്ക് പോകണം. അപ്പൊ എയിൽ 1 2 ആണ്, സിയിൽ ആരൊക്കെയാണ്? 5 6 ആണ്. ഇനി നമ്മൾ ഫിഗർ വരച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ പറഞ്ഞൂടെ? അപ്പൊ എങ്ങനെയൊക്കെ വരും? എയിൽ ആരൊക്കെയാണ്? 1 2, ഇതിൽ 5 6. അപ്പൊ എങ്ങനെയൊക്കെയാ വരാൻ പോണേ? 1 5 വരും, 1ൽ നിന്ന് 5 വരും, പിന്നെ 1ൽ നിന്നും 6ലേക്ക് വരും. അപ്പൊ 1 5 വരും, 1 6 വരും. അടുത്തതോ 2 5 വരും, 2 6 വരും. ഇതല്ലേ മക്കളെ വരാൻ പോണത് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടിലും ഇന്റർസെക്ഷൻ, രണ്ടിലും കോമൺ ആയിട്ട് എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ തന്നെ നോക്കിയേ. ഇവിടെ 1 5 ഉണ്ട്, മുകളിൽ എവിടെയെങ്കിലും 1 5 ഉണ്ടോ? ഇല്ല. അടുത്തത് 1 6 ഉണ്ട്, മുകളിൽ എവിടെയെങ്കിലും 1 6 ഉണ്ടോ? ഇല്ല. സോ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ 2 5 ഇല്ല, 2 6 ഇല്ല. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? നള്ളായിരിക്കും. ഈ ഒരു ഐഡിയ എന്തുണ്ടാവണം? മനസ്സിലാണ്. അപ്പോൾ ഇവിടെ നോക്കി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടി? നള്ള് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടി? നള്ള് കിട്ടി. ഇങ്ങനെയല്ലേ നമ്മൾ പ്രൂവ് ചെയ്യുക? ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. അതിലെന്താണ്? എ ക്രോസ് സി എന്ന് പറയുന്നത് ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എയും സി ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എ എന്ന് പറയുന്നത് ആരായിരിക്കും മക്കളെ? എ എന്ന് പറയുന്നത് 1 2 ആണ്. ബി എന്ന് പറയുന്നത് 1 2 3 4 ആണ്. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് 5 6 ആണ്. ഡി എന്ന് പറയുന്നത് 5 6 7 8 ആണ്. സോ ഇതാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം പ്രൂവ് ചെയ്തെടുക്കേണ്ടത് എ ക്രോസ് സി എന്ന് പറയുന്നത് ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ആദ്യം നമുക്ക് ആരാപ്പം കണ്ടുപിടിക്കണം? എ ക്രോസ് സിനെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ബി ക്രോസ് ഡിനെയും കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുവാണേ എ ക്രോസ് സി നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എ ക്രോസ് സി എന്ന് പറഞ്ഞാൽ ആദ്യം ആരിലേക്ക് വരണം? എയിൽ നിന്നും സിയിലേക്ക് വരണം. അപ്പോൾ എയിൽ 1 2 ആണ്, സിയിൽ 5 6. അപ്പോൾ എങ്ങനെയൊക്കെ വരും? 1 5 വരും, അതുപോലെ തന്നെ 1 6 വരും. അടുത്തതോ 2 5 വരും, അതുപോലെ തന്നെ 2 6 വരും. ഇതായിരിക്കും നമ്മളുടെ എ ക്രോസ് സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബി ക്രോസ് ഡിയിലേക്ക് പോവാം. സോ ബി ക്രോസ് ഡി ചെയ്യുമ്പോൾ ഏതൊക്കെയുണ്ട്? ബിയിൽ 1 2 3 4 ഉണ്ട്. ഡിയിൽ ആരൊക്കെ ഉണ്ട്? 5 6 7 8 ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ തുടങ്ങാം? 1 5 ഉണ്ട്, 1 6 ഉണ്ട്, 1 7 ഉണ്ട്, 1 8 ഉണ്ട്. ദെൻ അടുത്തത് 2 5 ഉണ്ട്, 2 6 ഉണ്ട്, 2 7 2 8. സോ അതും നമ്മൾ എഴുതുന്നു. അടുത്തതോ 3 ആണ്. 3 ന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 3 5 ഉണ്ട്, 3 6 ഉണ്ട്, 3 7 ഉണ്ട്, 3 8 ഉണ്ട്. ദെൻ ലാസ്റ്റ് വൺ അതാരായിരിക്കും? 4 5 ഉണ്ട്, 4 6 ഉണ്ട്, 4 7 ഉണ്ട് ആൻഡ് 4 8 ഉണ്ട്. ഇതായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന എ ക്രോസ് ഡി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? നമ്മൾ ഈ എ ക്രോസിലെ ഇതെല്ലാം ഇവരിലുണ്ടോ, ബി ക്രോസ് ഡിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് 1 5 ഇതിൽ കിടക്കല്ലേ 1 5. അടുത്തത് 1 6 ഉണ്ട്, അതും ഇവിടെ കിടപ്പുണ്ട്. ദെൻ 2 5 ഉണ്ട്, 2 5 ഇവിടെ കിടപ്പുണ്ട്. ദെൻ 2 6 അതും ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതെല്ലാ എലമെന്റ്സ് ഇതിലല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ക്രോസ് സി എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് നമുക്ക് എന്ത് പറയാം? ബി ക്രോസ് ഡി. ഇങ്ങനെ വേണം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഇത്ര മാത്രം ചെക്ക് ചെയ്താൽ രണ്ടും കണ്ടുപിടിക്കുക. ഫസ്റ്റിലുള്ള എല്ലാം സെക്കൻഡിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഒരു ഐഡിയ മനസ്സിലാക്കണം കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡൊമൈനും അതുപോലെ തന്നെ റേഞ്ച് എന്ന് പറയുന്നത്. എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് ഇത് ഇപ്പോൾ ഓർമ്മ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുക്കുവാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. എയിൽ 1 2 3 ഉണ്ടെന്ന് വിചാരിക്കുക, ബിയിൽ എ ബി സി ഡി ഉണ്ടെന്ന് വിചാരിക്കാം. ക്ലിയർ? ഇപ്പോൾ 1ൽ നിന്നും ബിയിലേക്ക് പോയി, 2ൽ നിന്നും സിയിലേക്ക് പോയി, 3ൽ നിന്നും ഡിയിലേക്ക് പോയി.
ക്ലിയർ? അപ്പം ഇത്ര മാത്രം ഒന്ന് വിചാരിക്കാം. അപ്പം ഇതിൽ നമ്മുടെ ഫസ്റ്റ് എലമെന്റിൽ ആരൊക്കെയുണ്ട്? 1 2 3 അല്ലേ? ആ ഒരു ഇതിൽ വന്നേക്കുന്നവരൊക്കെ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് എലമെന്റ്സിൽ വരുന്നവരൊക്കെ നമ്മൾ പറയുന്ന പേരായിരിക്കും ഡൊമൈൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്തായിരിക്കും? ഡൊമൈൻ എന്ന് പറയാം. ഇനി ഇവരെല്ലാം വന്ന് കണക്ട് ആവുന്നത് ആരിലേക്കാ? ബിയിലേക്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സിയിലേക്ക് വന്നിട്ടുണ്ട്, ഡിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കണക്ട് ആയവരെ നമ്മൾ പറയുന്ന പേരായിരിക്കും എന്തെന്ന് പറയാ? റേഞ്ച് എന്ന് പറയാം. എന്തായിരിക്കും? റേഞ്ച് എന്ന് പറയാ. ഇനി രണ്ടാമത്തെ സെറ്റില്ലേ, ഇപ്പൊ എ ക്രോസ് ബി ആണെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡ് സെറ്റിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരായിരിക്കും എന്തെന്ന് പറയാ? കോഡൊമൈൻ എന്ന് പറയാ. എന്തായിരിക്കും മക്കളെ? കോഡൊമൈൻ എന്ന് പറയാം. ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. പിന്നെ അപ്പോൾ അതിൽ തെറ്റിക്കരുത്, റേഞ്ചും കോഡൊമൈനും രണ്ടും രണ്ടാണ്. ഏതാണോ കണക്ട് ആവുന്നത്, സെക്കൻഡ് എലമെന്റ്സ് വന്നിട്ടുണ്ടാവുക, അവരെ ആയിരിക്കും നമ്മൾ എന്ത് പറയാ? റേഞ്ച് എന്ന് പറയാം. മൊത്തം സെറ്റ് ബീനെ ആയിരിക്കും നമ്മൾ എന്ത് പറയാ? കോഡൊമൈൻ എന്ന് പറയാം. ആ ഒരു ഐഡിയ വെച്ചേക്കുക. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, ഡൊമൈനും അതുപോലെ തന്നെ റേഞ്ച് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ മുമ്പിലായിട്ടൊന്ന് പറയാനുണ്ട്. അത് എന്താണെന്നറിയോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുണ്ടാവണം? രണ്ട് പേരുണ്ടാവണം അല്ലേ? എ ഉണ്ടാവണം, ബി ഉണ്ടാവണം. പോട്ടെ, ചില സമയത്ത് നിങ്ങൾക്ക് അവർ ഇങ്ങനെയൊക്കെ തരും, റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞിട്ട് തരും. എന്തായിരിക്കും? റിലേഷൻ ഓൺ എ എന്നായിരിക്കും. എന്താ ഇതിൻ്റെ മീനിങ്? ഓൺ എ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആട്ടോ, എയിൽ നിന്നും എയിലേക്ക്. എന്തായിരിക്കും? എയിൽ നിന്നും എയിലേക്ക്. ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തരുള്ളൂ. എ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ 1 2 3 എന്ന് മാത്രം തരും. എന്നിട്ട് അവർ റിലേഷൻ ഓൺ എ എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മൾ കൺഫ്യൂഷൻ ആവും. അയ്യോ, ഇതെങ്ങനെ പോകുന്നു? കൺഫ്യൂഷൻ ആവണ്ട. റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയിൽ നിന്നും എയിലേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെയും 1 2 3 ആയിരിക്കും, ഇവിടെയും എന്തായിരിക്കും? 1 2 3 ആയിരിക്കും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇനി റിലേഷൻ ഓൺ എൻ ആണെങ്കിലോ എന്തായിരിക്കും മക്കളെ? എൻ എന്ന് പറഞ്ഞാൽ തെറ്റിക്കല്ലേ, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? 1 2 3 4 എക്സെട്ര. അതായിരിക്കും എൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? എന്നിൽ നിന്നും എന്നിലേക്ക്. അപ്പോൾ ഇസഡ് ആണെങ്കിലോ, റിലേഷൻ ഓൺ ഇസഡ് ആണെങ്കിലോ, ഇസഡിൽ നിന്നും ഇസഡിലേക്ക്. ആ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. സോ ഇനിയാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതെല്ലാമാണ്? 1 2 3 അപ് ടു 14 വരെയുള്ള സെറ്റുകളാണ് തന്നിരിക്കുന്നത്. റിലേഷൻ ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? എ എന്ന് പറയുന്നത് ആരൊക്കെയാണ് മക്കളെ? 1 2 3 അപ് ടു 14 ആണ്. അവിടെ നിന്നും ആരിലേക്ക് തന്നെയാണ്? 1 2 3 അപ് ടു 14 തന്നെയാണ്. എയിൽ നിന്നും എയിലേക്ക് തന്നെയാണ്. ഇവിടെ നമുക്ക് അറിയാം, ആർ എന്ന് പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്തേക്കുന്നത് എക്സ് കോമ വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. എക്സും വൈയും എലമെന്റ് ഓഫ് എ. അപ്പോൾ നമുക്ക് എക്സ് കിട്ടണതും വൈ കിട്ടണതും എന്ത് തന്നെ ആവണം? നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ? 1 2 3 അപ് ടു 14 എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ? ഇവിടെ തന്നെ ആവണം കേട്ടോ. ഇതായിരിക്കണം നമ്മുടെ ഒരു ഹിന്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു തുടങ്ങുക? നമ്മൾ ചെയ്തു തുടങ്ങുന്നത് ഇങ്ങനെ ആയിരിക്കും, 3x മൈനസ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? 3x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈ മൈനസ് വൈൻ്റെ അടുത്ത് ഇപ്പുറത്തേക്ക് കിട്ടാൻ അവൻ എന്താവും? പ്ലസ് വൈ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് എലമെന്റ് അല്ലേ? ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും എക്സ് എന്ന് പറയാം. രണ്ടാമത് വരുന്നവരായിരിക്കും എന്തെന്ന് പറയാം? വൈ എന്ന് പറയാം. സോ നമുക്ക് ആദ്യം എക്സിന് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്താണ്? 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടും മക്കളെ? 3 × 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 കിട്ടിയിട്ടുണ്ട്. ഇനി എക്സിന് ഞാൻ അടുത്തത് 2 ഇട്ട് കൊടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? 3 × 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 6 ആണ്. കാരണം ഓൾറെഡി വൈ എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ 3 ഇട്ട് കൊടുക്കുകയാണ്. എന്ത് വരും? വൈ ഇസ് ഈക്വൽ ടു 3 × 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ 4 ഇട്ട് കൊടുക്കുക. എന്താ കിട്ടുക? വൈ ഇസ് ഈക്വൽ ടു 3 × 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 5 ഇടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? വൈ ഇസ് ഈക്വൽ ടു 3 × 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 15 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഇതുവരെ ഉള്ളവന്മാരൊക്കെ ഇതിൽ എയിലുണ്ടായിരുന്നു. പക്ഷേ ഈ വൈ നമുക്ക് ഇവിടെ കിട്ടിയത് എത്രയാ? 15 ആണ് കിട്ടിയത്. 15 എയിലുണ്ടോ? അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിന് എന്ത് ചെയ്യണ്ട ആവശ്യമില്ല, ബാക്കിയുള്ളവരെ മാത്രം മതി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ എഴുതണം. അപ്പോൾ ഫസ്റ്റത്തേൽ എന്തായിരിക്കും മക്കളെ എഴുതുക? അപ്പോൾ ഞാൻ റിലേഷൻ എഴുതുവാണേ. 6 എന്ന് പറഞ്ഞു. ഫസ്റ്റ് ആരായിരുന്നു? 1 ഇട്ട് കൊടുത്തപ്പോൾ 3 കിട്ടി. എക്സ് 1 ഉം വൈ 3 ഉം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1, 3. അടുത്തത് എങ്ങനെ എഴുതണം? എക്സ് 2 ഉം വൈ 6 ഉം ആണ്. അപ്പോൾ 2, 6. അടുത്തതോ 3 ഉം 9 ഉം ആണ്. അപ്പോൾ 3, 9. അടുത്തത് എന്ത് വരും മക്കളെ? 4 ഉം 12 ഉം ആണ്. സോ 4, 12. അടുത്ത് ഇനി എഴുതാൻ പറ്റുമോ? അടുത്തത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇതിൽ നിന്നും ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എഴുതണം. ക്വസ്റ്റ്യനിൽ തന്നെ ആരെ തന്നിട്ടുണ്ട്?
എയിൽ നിന്നും എയിലേക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ രണ്ടാമത് വരുന്ന സെറ്റില്ലേ, ഈ രണ്ടാമത് വരുന്ന സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയാ, കോഡൊമൈൻ എന്ന് പറയാ. തെറ്റിക്കരുത് കേട്ടോ, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന സെറ്റ് ആയിരിക്കും. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ആദ്യമേ തന്നെ വേണമെങ്കിൽ കോഡൊമൈൻ നമുക്ക് എഴുതി വെക്കാം. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും മക്കളെ, എ തന്നെയല്ലേ, രണ്ടാമത് വരുന്നത് മെയിലേക്കാണ്. ഇപ്പോൾ എയിൽ നിന്നും ബി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലോ രണ്ടാമത് വരുന്ന സെറ്റ് ആരാ, ബി. അപ്പൊ അവരായിരിക്കും എന്തെന്ന് പറയാ, കോഡൊമൈൻ എന്ന് പറയാം. ആ ഒരു ഐഡിയ വിചാരിക്കാം. ഇനി നമുക്ക് ആരെ എഴുതണം, ഡൊമൈൻ എഴുതണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി പറഞ്ഞു ഫസ്റ്റ് എലമെന്റ്സ് ആണെന്ന് പറയാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് എലമെന്റ്സ് ആരൊക്കെയാ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ ആദ്യം കിടക്കുന്നത് ആരൊക്കെയാ, 1 2 3 4. അപ്പൊ അവരങ്ങ് എഴുതി വെച്ചേക്കുക 1 2 3 4. ഇവരായിരിക്കും എന്തെന്ന് പറയാ, ഡൊമൈൻ എന്ന് പറയാം. അപ്പൊ റേഞ്ച് എന്തായിരിക്കും, റേഞ്ചും നമുക്കിപ്പോ എഴുതാൻ പറ്റുമല്ലോ. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ്സുകളാ. സെക്കൻഡ് എലമെന്റുകളോട് ആരൊക്കെയാ, 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 3 6 9 12. ഇവരായിരിക്കും എന്തെന്ന് പറയാ, റേഞ്ച് എന്ന് പറയാ. ഈ ഒരു ഐഡിയ നമുക്ക് പഠിച്ചു വെക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമുക്ക് എന്താണ് അവർ തന്നേക്കുന്നത്, എക്സ് കോമ വൈ തന്നിട്ടുണ്ട്, അതുപോലെ y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സിന് നമുക്ക് ഏതൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കുക എന്നുള്ളത് നോക്കണം. എക്സ് എന്ന് പറയുന്നത് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരൊക്കെ എടുക്കാം, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം എന്താണ്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങ് പോവാം. അപ്പൊ ഇതിൽ ലെസ് ദാൻ 4 എന്ന് ചോദിച്ചിട്ടുണ്ട്. ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ 4-നേക്കാൾ ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പറുകൾ അത് ആരൊക്കെയാ, 1 2 3. അപ്പം നമുക്ക് ആരെയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, 3 പേരെ, 1 2 3 മാത്രമേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇട്ട് എഴുതി നോക്കാലോ. നമ്മൾ എഴുതി നോക്കുവാണേ, ഫസ്റ്റ് y ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മക്കളെ, y ഇസ് ഈക്വൽ ടു ഇവരെ നമുക്ക് തന്നേക്കുന്നത് എക്സ് പ്ലസ് 5 ആണ്. അപ്പൊ ആദ്യം ഞാൻ എക്സിന് 1 ഇട്ട് കൊടുക്കുക. അപ്പൊ വൈയുടെ വാല്യൂ എന്ത് വരും, 1 + 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 6 കിട്ടും. അടുത്തത് എക്സിന് ഞാൻ 2 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും, y ഇസ് ഈക്വൽ ടു 2 + 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 7 കിട്ടും. അടുത്തത് എക്സിന് ഞാൻ 3 എടുക്കുകയാണ്, എന്ത് കിട്ടും, 3 + 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി നമുക്ക് ഇട്ട് കൊടുക്കും, ഇനി വേറെ എന്തെങ്കിലും ഇടാനുണ്ടോ, ഒന്നുമില്ല. ഇനി നമുക്ക് റിലേഷൻ ആയിട്ട് അങ്ങ് എഴുതാം. റിലേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ ഫസ്റ്റ് എന്ത് എഴുതണം, എക്സ് കോമ വൈ എന്നാണ്. അപ്പോൾ അതേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 1 ഇട്ട് കൊടുത്തപ്പോൾ 6. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, 1,6 എന്ന് എഴുതും. അടുത്തത് എങ്ങനെ എഴുതും, 2,7 എന്ന് എഴുതും. അടുത്തതോ 3,8 എന്നും നമ്മൾ എഴുതും. ഇത്രയല്ലേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് എഴുതാം, ഡൊമൈനും റേഞ്ചാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ എഴുതാണ്, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റുകളാണ്. ഫസ്റ്റ് എല ആരൊക്കെയാ മക്കളെ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഞാൻ ഇട്ട് കൊടുക്കാം 1 2 3. ആദ്യത്തുള്ളവരൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാം, അവരായിരിക്കും ഡൊമൈൻ. അപ്പൊ റേഞ്ച് എന്ത് വരും മക്കളെ, റേഞ്ച് എന്ന് പറഞ്ഞത് രണ്ടാമത് വരുന്നവരെയാ. രണ്ടാമത് വരുന്നത് ആരൊക്കെയാ, 6 7 8. അപ്പൊ 6 7 8. അപ്പൊ നമ്മളുടെ ഡൊമൈനും കഴിഞ്ഞു, റേഞ്ചും കഴിഞ്ഞു. ഇത്ര ഉള്ളൂ പരിപാടി. അപ്പൊ ഇത് ഐഡിയ മനസ്സിലാക്കി തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ എഴുതുന്നതിനായിരിക്കും നമ്മൾ എന്ത് പേര് പറയുക, റോസ്റ്റർ ഫോം. നമ്മൾ സെറ്റിലൊക്കെ പഠിച്ചതല്ലേ, ഇതേപോലെ കേർവ്ഡ് ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതുന്നതിനായിരിക്കും, അല്ലെങ്കിൽ കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതുന്നതിനായിരിക്കും നമ്മൾ എന്ത് പറയാ, റോസ്റ്റർ ഫോം എന്ന് പറയാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഉദാഹരണത്തിലേക്ക് പോവാം. ഇതേപോലെ തന്നെയാണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ലെസ് ദാൻ 10 എന്നാണ്. അപ്പൊ എന്ത് ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ അവനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക, ആ നമ്പർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1 വെച്ചിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ ഒരു നമ്പർ വെച്ചിട്ടും അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 1 എന്ന് പറയുന്നത് എന്തല്ല, പ്രൈം നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്തുമല്ല, പ്രൈം നമ്പർ അല്ലാതെ വരുന്ന നമ്പേഴ്സ് ഇല്ലേ, അവരെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ 1 പക്ഷേ പ്രൈം നമ്പറും അല്ല, അതുപോലെ തന്നെ എന്തുമല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. ഇതെപ്പോഴും പഠിച്ചു നോക്കും. 1 നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്നായിരിക്കും ചെയ്ത് തുടങ്ങാൻ പോകുന്നത്, നമുക്കറിയാം 2 ഞാൻ എടുക്കാം. 2 എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2നെ വേറെ ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2നെ 2 വെച്ചിട്ട് മാത്രമല്ല ഡിവൈഡ് ചെയ്യാം, 1 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. 3 നമുക്ക് എടുത്തൂടെ, 3നെ വേറെ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, 3 എടുക്കാം. 4നെ പറ്റുമോ, 4 എന്തായിരിക്കും, 2 വെച്ചിട്ടും കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെടുക്കാൻ പറ്റില്ല. അപ്പൊ 4 വേണ്ട. 5 നമുക്ക് എടുക്കാൻ പറ്റൂലേ, 5നെ വേറെ ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, ഇല്ല. അപ്പൊ നമുക്ക് 5നെ എടുക്കാം. 6 പറ്റുമോ, 6 പറ്റില്ല. കാരണം ഇനിയുള്ള ഒരു ഇവൻ നമ്പർ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരെയും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ആകെ നമുക്ക് പ്രൈം നമ്പറിലുള്ള ഒരേ ഒരു ഈവൻ നമ്പർ ആരാണ്, അത് 2 ആണ്. അതൊരിക്കലും മറന്നു പോലെ. അപ്പൊ അടുത്തത് ആര് വരും, 6 എടുക്കാൻ പറ്റില്ല. പിന്നെ 7 നമുക്ക് 7 വെച്ചിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 7 എടുക്കാം. 8 പറ്റുമോ, ഇല്ല. 9 പറ്റുമോ, ഇല്ല. കാരണം എന്താ, 9നെ നമുക്ക് 3യും കൂടി വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. സോ നമുക്ക് അവരെയും വേണ്ട. 10 എടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ നമുക്ക് എന്താ പറഞ്ഞേ, 10നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ്. അപ്പൊ 10നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് ഇവർ 4 പേരും അല്ലേ. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂസ് ആരൊക്കെയാണ്, 2 എടുക്കാം,
3 എടുക്കാം, 5 എടുക്കാം, 7 എടുക്കാം. ഇനി അവർ എന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇവരുടെ റിലേഷൻ എഴുതേണ്ടത്, എക്സ് കോമ എക്സ് ക്യൂബ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ആദ്യം എക്സിന് ഞാൻ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, 2 ക്യൂബ് ആയിരിക്കും. എത്രയാണ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അടുത്തത് എക്സിന് ഞാൻ 3 ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3 ക്യൂബ്. 3 × 3 × 3 ആണ്. എന്താണ് 3 × 3? 9. 9 × 3 27 വരും. അടുത്തത് എക്സിന് ഞാൻ 5 ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ എക്സ് ക്യൂബിന്റെ വാല്യൂ എന്ത് വരും, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 ക്യൂബ് ആണ് വരാം. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 × 5 × 5 5 × 5 25 25 × 5 125 ആണ് വരാം. ദെൻ അടുത്തത് ലാസ്റ്റ് വൺ എക്സ് എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ. അപ്പൊ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 7 ക്യൂബാ. 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 7 × 7 × 7 7 × 7 49 വരും. 49 × 7 എന്ന് പറഞ്ഞാൽ 49 × 7 343 വരും. ഇതായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്ത് എഴുതാം, ഇതേപോലെ റിലേഷൻ ആയിട്ട് അങ്ങ് എഴുതാം. R is equal to എങ്ങനെ എഴുതണം, ഇവിടെ എക്സ് കോമ എക്സ് ക്യൂബ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതണം, 2, 8 ആയിരിക്കും. രണ്ടാമത് നമ്മൾ എന്ത് എഴുതും, 3, 27 ആണ്. അടുത്തത് ആര് വരും, 5, 125 ആയിരിക്കും. ലാസ്റ്റ് വണ്ണോ 7, 343 ആയിരിക്കും. ഇനി എന്തായിരിക്കും എൻ്റെ ഡൊമൈനും റേഞ്ചും, ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ചോദിക്കാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന എലമെന്റ്സാ. ഫസ്റ്റ് വരുന്നവർ ആരൊക്കെയാണ് മക്കളെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 അവരല്ലേ ഫസ്റ്റ് കിടക്കുന്നവര്. സോ ഞാൻ അവരങ്ങ് ആദ്യം എഴുതി. ഇനി രണ്ടാമത് നമുക്ക് ആരെ എഴുതാം, റേഞ്ച് നമുക്ക് എഴുതാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, സെക്കൻഡ് വരുന്നവരാ. സെക്കൻഡ് വരുന്നവർ ആരൊക്കെയാ, 8 ഉണ്ട്, 27 ഉണ്ട്, 125 ഉണ്ട്, 343 ഉണ്ട്. ഇവരൊക്കെ എന്തിൽ എഴുതി വെച്ചേക്കുക, കേർലി ബ്രാക്കറ്റിൽ അങ്ങ് എഴുതി വെച്ചേക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതും അങ്ങ് പഠിച്ചു വെച്ചോ. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റിലേക്ക് നമുക്ക് പോവാട്ടോ. ഇത് ഫിഗർ തന്നിട്ട് ചോദിക്കുന്ന ഒരു പരിപാടിയാണ്. ഫിഗർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം എന്താണ് റിലേഷൻ എന്നൊന്നും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. സോ നമ്മളായിരിക്കും ഇത് എഴുതാൻ പോണത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്, ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം, റോസ്റ്റർ ഫോമിൽ എഴുതണം, വാട്ട് ഈസ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഇതൊക്കെ നമുക്ക് എഴുതണം. വലിയ പ്രശ്നമൊന്നുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എന്ത് എഴുതണം, എന്താണ് ഈ റിലേഷൻ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ എന്താണ് ഈ പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം ഇവിടെ നോക്കുക 5 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ എക്സിൽ അതായത് ആദ്യം കിടക്കുന്നത് 5 ആണ്, രണ്ടാമത് കിടക്കുന്നത് 3 ആണ്. അപ്പൊ 5ഉം 3ഉം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? രണ്ടാമത് ഇവിടെ 6 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ അതൊന്നും നോക്കുക. ഇവിടെ 7 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ അതെ y എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവന്മാരെ എടുക്കാന്ന് വിചാരിച്ചോ. y കിട്ടണമെങ്കിൽ ഇവരെ ഞാൻ x ആണെന്ന് വിചാരിച്ചോ. ഫസ്റ്റ് വൺ എക്സ് ആണെന്ന് വിചാരിക്കുക, രണ്ടാമത് y ആണെന്ന് വിചാരിക്കാം. അപ്പൊ എക്സിൽ നിന്നും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 കിട്ടും, അതായത് 5ൽ നിന്നും എന്ത് ചെയ്താൽ എനിക്ക് 3 കിട്ടും, 5ൽ നിന്നും -2 ചെയ്താൽ 3 കിട്ടൂലേ. അടുത്തത് 4ലേക്ക് നോക്കിയേ, ഇവിടെ 6ആ, 6ൽ നിന്നും 2നെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, y-നെ നമുക്ക് 4 കിട്ടില്ലേ. അടുത്ത നമ്മൾ നോക്കിയേ 5 ആണ്, 7ൽ നിന്നും 2നെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 5 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുക, അപ്പൊ അത് നമ്മൾ ആദ്യമേ തന്നെ ഞാൻ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതണം എന്ന് പഠിപ്പിച്ചു തരാം. സോ നമ്മൾ എഴുതാണ് R is equal to, അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പഠിച്ചത് എങ്ങനെയാ, ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചേക്കുക x, y. ഇതായിരിക്കും ആദ്യം തുടങ്ങേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു കണ്ടീഷൻ എഴുതണ്ടേ. എന്താണ് കണ്ടീഷൻ? ഇപ്പൊ നമുക്ക് അറിയാം y കിട്ടണമെങ്കിൽ എക്സിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി, 2 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എഴുതാലോ y is equal to x - 2 ആവണം. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. x എന്ന് പറയുന്നത് ഏതിൽ നിന്നാവണം, p-യിൽ നിന്നായിരിക്കണം. y എന്ന് പറയുന്നത് ആരിൽ നിന്നായിരിക്കണം, q-ൽ നിന്നായിരിക്കണം. സോ നമ്മൾ എഴുതാണ് x എലമെന്റ് ഓഫ് എന്താവണം, p ആയിരിക്കണം, y എലമെന്റ് ഓഫ് എന്താവണം, q ആയിരിക്കണം. എക്സ് ആദ്യത്തെ സെറ്റിൽ നിന്നാവണം, y രണ്ടാമത്തെ സെറ്റിൽ നിന്നാവണം. ഇത്രേ ഉള്ളൂ. ദേ കഴിഞ്ഞറാ, സെറ്റ് ബിൽഡർ ഫോം കഴിഞ്ഞറാ. ഇനി എങ്ങനെയാ റോസ്റ്റർ ഫോമിൽ എഴുതുക? റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് ഏറ്റവും എളുപ്പം. സിമ്പിൾ അല്ലേ മക്കൾ? ഇവിടെ നോക്കിയേ, ഇവിടെ ആര് കിടപ്പുണ്ടോ, ഇവിടെ 5 ഉണ്ട്. 5ൽ നിന്നും ആരിലേക്കാ വന്നേക്കുന്നേ, 3ലേക്കാ വന്നേക്കുന്നേ. 6ൽ നിന്നും 4ലേക്കാ വന്നേക്കുന്നേ. 7ൽ നിന്ന് 5ലേക്കാ വന്നേക്കുന്നേ. പരിപാടി കഴിഞ്ഞ് അവരങ്ങ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതെ നമ്മുടെ പരിപാടിയായി. അപ്പൊ ആദ്യം ഞാൻ എങ്ങനെ എഴുതാ, 5, 3 എഴുതി. അടുത്തത് ആര് വരും, 6, 4 വരും, കാരണം 6ൽ നിന്നാണ് 4ലേക്ക് വന്നേക്കുന്നത്. അടുത്തത് ആര് വരും, 7, 5 വരും. ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞില്ലേ. ഇനി ഇവരുടെ ഡൊമൈനും റേഞ്ച് എന്തായിരിക്കും മക്കളെ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്നവർ ആരൊക്കെയാ, ആദ്യം ഇവിടെ കിടക്കുന്നത് 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ദേ ഞാൻ അവരെങ്ങ എഴുതി. അടുത്തത് റേഞ്ച് എഴുതുക. എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ, രണ്ടാമത് കിടക്കുന്നവരാ,
3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ദേ അതും കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഏതുവാണെങ്കിലും ചെയ്യാലോ. നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു സംഭവം ഇടാം. ഇവിടെ 6, ഇപ്പൊ പിയിൽ ഞാൻ ഇവിടെ എഴുതാണ്, 2 എഴുതാണ്, 7ൽ ഞാൻ എഴുതാണ്, ഒരു 3 എഴുതാണ്, 8ൽ ഞാൻ എഴുതാണ്, 4 എഴുതാണ്. ഇതാണ് നമ്മുടെ പിയും ക്യൂ എന്ന് വിചാരിക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഫസ്റ്റ് വൺ എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, രണ്ടാമത്തവൻ വൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 2 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് 6ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 4 മൈനസ് ചെയ്താൽ മതി. 3 കിട്ടാനും 7ന് 4 മൈനസ് ചെയ്താൽ മതി. 4 കിട്ടാനും 8ന് 4 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ എഴുതാമായിരുന്നു? y is equal to x minus 4 എന്ന് എഴുതാമായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ചെയ്തു തുടങ്ങാൻ. ഇത്രയുള്ളൂ പരിപാടി. സോ നമുക്ക് നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാലോ. ഇനി ഇതങ്ങ് പഠിച്ചു വെച്ചോടോ. ചില സമയത്ത് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എൻ ഓഫ് എയും അതുപോലെ തന്നെ എൻ ഓഫ് ബിയും. എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട് അതാണ് പി എന്ന് പറയാ. ബി എന്ന സെറ്റിൽ എത്ര ഉണ്ട്? ക്യൂ എത്ര എലമെന്റ്സ് ഉണ്ട് അതായിരിക്കും ക്യൂ എന്ന് പറയാ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. സോ അപ്പൊ നമ്പർ ഓഫ് റിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ എയിൽ 1, 2 ഉണ്ടെന്ന് വിചാരിക്കാം. ബിയിൽ ഞാൻ എടുക്കുകയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ABC ആണെന്ന് വിചാരിക്കാം. എന്താണ്? ABC ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവന്മാരുടെ നമ്പർ ഓഫ് റിലേഷൻസ് കാണണം. അപ്പൊ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എത്ര ഉണ്ടോ? 1ഉം 2ഉം 2 പേരാ അല്ലേ? സോ ഞാൻ എൻ ഓഫ് എ 2 എഴുതി. അടുത്തത് എൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എത്ര പേരുണ്ട്? ABC 3 പേരുണ്ട്. അപ്പൊ എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഇനി നമ്പർ ഓഫ് റിലേഷൻസ് എഴുതാനുള്ള ഫോർമുല എന്താണ്? നമ്പർ ഓഫ് റിലേഷൻസ് 2 raised to PQ ആണ്. അപ്പൊ എന്തായിരിക്കും നമ്മൾ എഴുതുക? 2 raised to എന്ത് വരും? ഇവിടെ മുകളിൽ 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് പി ക്യൂ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ 2 into 3 ആയിരിക്കും വരാം. ആൻസർ എന്ത് വരും മക്കളെ? 2 raised to 6 ആയിരിക്കും ആൻസർ വരാം. അപ്പൊ ഇതും ഒന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോടാ. ഏതൊക്കെയാണ് ഈ 2 raised to വാല്യൂസ്? അപ്പൊ നമുക്ക് അറിയാലോ 2 raised to 2 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 ആയിരിക്കും. 2 raised to 4 എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും. 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആയിരിക്കും. 2 raised to 6 എന്ന് പറഞ്ഞാൽ 64 ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്ത് പോവാ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും മക്കളെ? 64 കിട്ടും. ഇതൊക്കെ അങ്ങ് പഠിച്ചു വെച്ചോ. ഇത് ആവശ്യമുള്ളതാ കേട്ടോ. സോ നെക്സ്റ്റിലേക്ക് നമ്മൾ പോവാണ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അങ്ങനെയൊക്കെ തരും. 2 ഫംഗ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തരും. എങ്ങനെയൊക്കെ ആയിരിക്കും 2 ഫംഗ്ഷൻസ് തരാ? ഒന്ന് ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ, 2 ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ. പക്ഷേ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണ് മക്കളെ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് 2x + 3 കിടക്കട്ടെ. അടുത്തത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണ് 3x - 1 എടുക്കുക. 2 ഫംഗ്ഷൻ തരാം. ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ എന്തുവാണെങ്കിലും വരാട്ടോ, നമുക്കത് ബോധരേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്തുവാണെങ്കിലും എടുക്കാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുക എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്താന്നുള്ളതായിരിക്കും. ഇതായിരിക്കും എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്താ. പിന്നെ മറന്നു പോരുത്, എന്താണ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആ. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ് നമുക്ക് വരാം. ആൻസർ എന്തായിരിക്കും? 2x + 3 + 3x - 1. ഇതല്ലേ വരാ. പ്ലസ് ആയതുകൊണ്ട് വേറെ ബ്രാക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 2x ഉണ്ട്, ഇവിടെ 3x ഉണ്ട്. അപ്പൊ 2x ഉം 3x ആഡ് ചെയ്ത് എത്ര കിട്ടും? 5x കിട്ടും. ഇവിടെ ആരൊക്കെയാ കിടക്കുക? ഇവിടെ 3യും ഇവിടെ -1 ആ. എന്താണ് 3 - 1 എന്ന് പറഞ്ഞാൽ? 2 ആണ്. ഇത്രയുള്ളൂ പരിപാടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാലോ. എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ത് വരും? എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആയിരിക്കും വരാം. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. ഈ മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബ്രാക്കറ്റിലിട്ട് എഴുതണം, അല്ലെങ്കിൽ ആൻസർ തെറ്റി പോവും. അപ്പൊ ഇവിടെ 2x + 3 മൈനസ് എന്ത് എഴുതണം? 3x - 1. ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യുക. ആൻസർ എന്ത് വരും? 2x + 3 അതുപോലെ തന്നെ. ഇനി മൈനസ് ബ്രാക്കറ്റിലേക്ക് ഓപ്പൺ ചെയ്യാം. മൈനസ് × 3x എന്ത് വരും? -3x ആണ്. അടുത്തത് മൈനസ് × -1 എന്ത് വരും? +1 വരും. തെറ്റിക്കല്ലേ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും മക്കളെ? 2x ഉണ്ട്, ഇവിടെ -3x ഉണ്ട്. എന്താണ് ഈ 2x - 3x എന്ന് പറഞ്ഞാൽ? ചെറുതീന്ന് വലുതീന്ന് ചെറുത് ഓർക്കുക, വലുതിന്റെ സിമ്പിൾ. അപ്പൊ 3x ന്ന് 2x പോയി കഴിഞ്ഞാൽ x, വലുതിന്റെ സിമ്പിൾ എന്താ? -x. അടുത്തത് ഇവിടെ 3യും ഇവിടെ +1 ആ. എന്താണ് 3 + 1 എന്ന് പറഞ്ഞാൽ? 4 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ -x അപ്പുറത്തിടാം. അപ്പൊ 4 - x എന്ന് എഴുതാം, കുഴപ്പമില്ല. അടുത്തത് എന്ത് വരും? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് വരാം. എന്താണ് ഈ എഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? അതിനർത്ഥം എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നായിരിക്കും. അപ്പൊ എന്തായിരിക്കും വരാ? ഇതിന്റെ ആൻസർ വരാൻ പോണത് 2x + 3 ഇൻറ്റു അടുത്ത് എന്തായിരിക്കും? 3x - 1 ആയിരിക്കും.
അപ്പോൾ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് എഴുതാം. 2x × 3x, 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്, x × x എന്ന് പറഞ്ഞാൽ എന്താണ്, x² ആണ്. അടുത്തത് 2x × -1, അപ്പോൾ എന്ത് വരും മക്കളെ, -2x. അടുത്തത് 3 × 3x ആ, എന്താണ് 3 × 3x എന്ന് പറഞ്ഞാൽ 9x ആണ്. അടുത്തത് 3 × -1 ആ, ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ആ. ഇതിലാകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, x² ആകെ ഒരൊറ്റ ടേമേ ഉള്ളൂ, 6x². അതുപോലെ തന്നെ അങ്ങ് എഴുതാം. -2x + 9x ആ, അപ്പൊ എന്ത് വരും, -2 + 9 എന്ന് പറഞ്ഞാൽ 7x. വലുതിന്ന് ചേർത്ത് കൊടുക്കുക, വലുതിന്റെ സിമ്പിൾ. ഇപ്പൊ 9 ൽ 2 പോയി കഴിഞ്ഞാൽ 7x ആയിരിക്കും, വലുതിന്റെ സിമ്പിൾ പ്ലസ് ആയിരിക്കും, ബാക്കി അവിടെ ഒരു -3 ഉണ്ട്. ഇത്ര അങ്ങ് എഴുതാം. അടുത്തത് ചെയ്യാൻ സിമ്പിൾ അല്ലേ, ജസ്റ്റ് ഡിവിഷൻ അല്ലേ ഉള്ളൂ, വേറെ അത് മാത്രം എടുത്ത് എഴുതി വെച്ചാൽ നമ്മുടെ പരിപാടിയും കഴിഞ്ഞു. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് എന്ന്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഗ്രാഫുകൾ പഠിക്കുക. ഗ്രാഫുകളോടൊപ്പം തന്നെ ഇവരുടെ ഡൊമെയിൻ പഠിക്കുക, ഇവരുടെ റേഞ്ച് പഠിക്കുക. ഇതായിരിക്കും നമ്മൾ ചെയ്യാൻ പോണത്. സോ അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണ്, ഗ്രാഫുകളെ കുറിച്ചിട്ടാണ്. ഇപ്പം ഗ്രാഫുകൾ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ മനസ്സിൽ വെക്കാണ്. നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഇട്ട് ചെയ്യണത് കൊണ്ട് അതിൻ്റെ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. പക്ഷെ അതല്ലാതെ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് ഡൊമെയിനും റേഞ്ചൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചോ. എന്താണ് ഫസ്റ്റ് വൺ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്നാണ്. കോൺസ്റ്റന്റ് വൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആട്ടോ. ഈ f(x) എന്ന് പറഞ്ഞാൽ മക്കൾ ആദ്യം അതും കൂടി അങ്ങ് പഠിച്ചു വെച്ചോ. f(x) എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, y ആയിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ അതെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ആ മനസ്സിലാവുന്ന ഒരു കോൺസ്റ്റന്റ് ഞാൻ ഇടാണ്. ഇപ്പോൾ ഒരു 3 ആണെന്ന് വിചാരിക്കാം. എക്സിന് ഞാൻ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് എന്താ കിട്ടുക, 3 ആ കിട്ടുക. അപ്പോൾ എക്സിന് ഞാൻ 0, ഇവിടെ അല്ലേ നമ്മുടെ എക്സ് വരാം, ഇവിടെ ആയിരിക്കും നമ്മളുടെ y വരാം. അപ്പോൾ എക്സിന് ഞാൻ 0 ഇട്ട് കൊടുത്താലും 3 ആയിരിക്കും, 1 ഇട്ട് കൊടുത്താലും 3 ആയിരിക്കും, 2 ഇട്ട് കൊടുത്താലും 3 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പോവും. അതുപോലെ മൈനസിൻ്റെ ഇതിലേക്ക് വന്നാലോ, ഇവിടെ -1 ഉണ്ട്, -2 ഉണ്ട്. -1 ഇട്ട് കൊടുത്താലും നമുക്ക് 3 കിട്ടും, -2 ഇട്ട് കൊടുത്താലും 3 കിട്ടും. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വന്ന് നിൽക്കാൻ പോണത്. അപ്പോൾ എന്താണ് ഈ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ, എക്സിന് നമുക്ക് ഏതൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കാം, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന് ഞാൻ ഏതൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് ഏതൊക്കെ വാല്യൂ കിട്ടും, ഇതാണ് റേഞ്ച് എന്ന് പറയാം. ആ ഒരു ഐഡിയ മനസ്സിലാക്കുക. അപ്പോൾ ഈ എക്സ് മിക്കപ്പോഴും എന്ത് തന്നെയായിരിക്കും, നമ്മുടെ റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കും. അത് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അത് എപ്പോഴാണ് ചേഞ്ച് ആവണേന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. മോസ്റ്റ് കേസിലും എന്ത് തന്നെയായിരിക്കും, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ റിയൽ നമ്പർ തന്നെയായിരിക്കും. കാരണം എക്സിന് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം. സോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഡൊമെയിൻ എന്തായിട്ട് എടുക്കുക, R ആയിട്ട് എടുക്കുക. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈയിൽ കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ വൈയിൽ ഒറ്റൊരു വാല്യൂ, ഇവിടെ ഞാൻ 3 എടുത്തുകൊണ്ട് വൈയിൽ കിട്ടുന്നത് ഏത് മാത്രം, 3 മാത്രമല്ലേ. ഇനി ഞാൻ അവിടെ 4 എടുക്കാം, വൈക്ക് ഏത് മാത്രമേ കിട്ടുള്ളൂ, 4 മാത്രം. 5 എടുക്കാണ്, 5 മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് എന്ത് പറയാം, ഞാൻ ഇവിടെ K ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ K എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് തന്നെ പറയാം, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, K തന്നെയായിരിക്കും. ഇപ്പം ഇവിടെ ഞാൻ ഇതേപോലെ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 5 ഇടാം. ഇതേപോലെ ഗ്രാഫ് വന്ന് മക്കൾ പറയും ഡൊമെയിൻ എന്തായിരിക്കും, ഡൊമെയിനിൽ വല്ല ചേഞ്ച് ഉണ്ടാവും, ഡൊമെയിൻ 6 തന്നെയായിരിക്കും, റിയൽ നമ്പർ തന്നെയായിരിക്കും. റേഞ്ച് എത്രയായിരിക്കും മക്കളെ, ഇവിടെ വൈയിൽ ഏത് വാല്യൂ മാത്രമേ കിടക്കണുള്ളൂ, 5 മാത്രമേ കിടക്കണുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റേഞ്ച് എന്തായിരിക്കും, 5 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റിലേക്ക് നമ്മൾ പോവാണ്. f(x) = x. ചില സമയത്ത് ഇങ്ങനെയും ചോദിക്കാം, f(x) എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചേ, y ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയും കൂടി ചോദിക്കാം, y = x എന്ന് പറഞ്ഞാൽ എന്നെ ചോദിക്കാം. അപ്പോൾ സിമ്പിളാണ്. എന്താണ് ഈ y = x-ന്റെ ഗ്രാഫ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതേപോലെ എഴുതി നോക്കട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങ് പഠിച്ചു വെച്ചോ. ഇവിടെ 0 ആണ്, ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, ഇങ്ങോട്ട് -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട്. ഇതൊക്കെ എക്സിലാണ്. മുകളിലേക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അടുത്തതോ -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട്. ഇതങ്ങ് പഠിച്ചു വെച്ചു. ഇതൊക്കെ വൈയിലാണ്. ഇപ്പോൾ x = y എന്ന് പറഞ്ഞാൽ 0 ഇട്ട് കൊടുത്താൽ വൈയും 0, എക്സിന് 1 ഇട്ട് കൊടുത്താൽ വൈയും 1 ആവും, എക്സിന് 2 ഇട്ട് കൊടുത്താൽ വൈയും 2 ആവും, എക്സിന് 3 ഇട്ടാൽ വൈയും 3 ആവും. അടുത്തതോ -1, എക്സിന് -1 ഇട്ട് കൊടുത്താൽ വൈയും -1 ആവും, -2 ഇട്ട് കൊടുത്താൽ -2 ആവും. അപ്പം ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരാം, ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരാം. അപ്പം ഇതിന്റെ പെട്ടെന്ന് ഇപ്പം നമുക്കത് ഡൊമെയിൻ എന്ത് കിട്ടി, 6 ആണെന്ന് അറിയാം. റേഞ്ച് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാം, സിമ്പിൾ ആണ്. ഇവിടെ y എന്ന് പറഞ്ഞത് ഈ കിടക്കുന്ന സാധനങ്ങളല്ലേ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടുന്ന് മുകളിലേക്കുണ്ട്, ഇവിടുന്ന് താഴത്തേക്കുണ്ട്. അപ്പൊ മൊത്തം സാധനങ്ങൾ ഉണ്ട് അല്ലേ. മൊത്തം സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, റേഞ്ചും എന്ത് തന്നെയായിരിക്കും, 6 തന്നെയായിരിക്കും. ആ ഒരു ഐഡിയ വിചാരിച്ചു. കാരണം ഗ്രാഫ് മുകളിലേക്കുണ്ട്, താഴത്തേക്കുണ്ട്. അപ്പൊ നമുക്ക് എന്ത് തന്നെ പറയാം, 6 തന്നെയായിരിക്കും. അടുത്തത് പിടിച്ചോ, ഇമ്പോർട്ടന്റ് ആണ് മോഡ് എക്സ്. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പോസിറ്റീവ് ഇട്ട് കൊടുത്താൽ പോസിറ്റീവ് തന്നെ ആയിരിക്കും, പക്ഷെ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ ഇവൻ എന്തായിട്ട് തന്നെ നമുക്ക് തരുള്ളൂ, പ്ലസ് ആയിട്ട് തന്നെ നമുക്ക് തരുള്ളൂ. അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിൽ വിചാരിക്കാം. അപ്പൊ അതേ നമുക്ക് അതിന്റെ ഒരു ഗ്രാഫ് ചുമ്മാ ഒന്ന് നോക്കാം. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, ഇങ്ങോട്ട് -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട്. ഇതെല്ലാം എക്സിലാണ്.
അടുത്തത് ഇവിടെ 1 ഉണ്ട് 2 ഉണ്ട്, ഇങ്ങോട്ടൊരു -1 ഉണ്ട്, ഇങ്ങോട്ട് -2 ഉണ്ട്. ഇതെല്ലാം എന്തിലാണ്? വൈയിലാണ്. അപ്പോൾ ഈ മോഡ് എക്സ് എന്ന് പറഞ്ഞ സിമ്പിൾ ആട്ടോ. ഇപ്പോൾ ഞാൻ 2 ഇട്ട് കൊടുത്താൽ എന്ത് തന്നെ കിട്ടും? 2 തന്നെ കിട്ടും. പക്ഷെ -2 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? 2 തന്നെ, പ്ലസ് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതെ 0 ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുത്താൽ 0 തന്നെയാണ്. 1 ഇട്ട് കൊടുത്താൽ 1 കിട്ടും, 2 ഇട്ട് കൊടുത്താൽ 2 കിട്ടും. സോ ഈ ഗ്രാഫ് ഇങ്ങോട്ട് പോയി. ഇനി -1 ഇട്ട് കൊടുത്താൽ -1 ആണോ? അല്ല, നമുക്ക് എന്ത് തന്നെ കിട്ടുക? 1 തന്നെ കിട്ടും. -2 ഇട്ട് കൊടുത്താൽ 2 തന്നെ കിട്ടും. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? വി ഷേപ്പ്. അതങ്ങ് പഠിച്ചു, വി ഷേപ്പ്. അതായിരിക്കും നമ്മളുടെ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചു. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കുറച്ച് വെറൈറ്റി പഠിക്കണം. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, മൈനസ് മോഡ് എക്സ് എന്താണെന്ന് ചോദിക്കാം. മോഡ് എക്സ് നമുക്കറിയാം വി ഷേപ്പാ. അപ്പൊ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നേരെ തിരിച്ചെഴുതാം. തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും മക്കളെ? നേരെ ഗ്രാഫ് ഇതേപോലെ അങ്ങ് വരും. അപ്പൊ ഏതെങ്കിലും ഒരു സംഭവത്തിനെ നമുക്ക് അറിയാം, നമുക്ക് അതിന്റെ മൈനസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നേരെ തിരിച്ചു വരക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് എപ്പോഴും മനസ്സിൽ വരണോടാ. അപ്പൊ ഇവിടെ വി ആണ്. അപ്പൊ ഇനി ഇതിന്റെ ഡൊമൈനും റേഞ്ചും പഠിക്കണ്ടേ? അപ്പൊ നമുക്ക് അറിയാം ഡൊമൈനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ മക്കളെ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആര് തന്നെയായിരിക്കും? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6 തന്നെയായിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വരാ? ഇവിടെ നോക്കിയേ, വൈയുടെ വാല്യൂ ഇവിടെ എവിടെ തൊട്ടാ സ്റ്റാർട്ട് ആവണേ? വൈയുടെ വാല്യൂ 0 തൊട്ടിട്ട് മുകളിലേക്കാണ് വന്നേക്കണേ അല്ലെ, താഴത്തേക്ക് ഒന്നുമില്ല. അപ്പൊ 0 തൊട്ട് മുകളിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0 to ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ആണെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തേക്കുക. 0 to ഇൻഫിനിറ്റി. ഇതൊരു മൈനസിൽ വെച്ചേക്കാം. സിമ്പിൾ അല്ലേ? അപ്പൊ തിരിച്ചു പറഞ്ഞു നോക്കിയടാ, എന്തായിരിക്കും ഈ മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് വരാ? ഇവിടെ ഡൊമൈൻ എന്ത് തന്നെ വരും? ഡൊമൈൻ എന്ന് പറയുന്നത് 6 തന്നെ ആയിരിക്കും വരാ. റേഞ്ച് എന്തായിരിക്കും മക്കളെ വരാ? റേഞ്ച് വൈയുടെ മുകളിലേക്ക് ഉണ്ടോ? വൈയുടെ ഈ കേസിൽ താഴത്തേക്കല്ലേ? താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? നമ്മൾ പറയേണ്ടത് എപ്പോഴും ഈ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് പഠിക്കുമ്പോൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് പറയണം. അപ്പൊ താഴത്ത് നിന്ന് ഇങ്ങനെ വന്ന് 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 എവിടെ വന്ന് അവസാനിക്കും? 0 വന്നിട്ട് അവസാനിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? -∞ to 0 എന്ന് വേണം നമ്മൾ എന്തിൽ എഴുതാൻ? റേഞ്ചിന് എഴുതാൻ. ആ ഒരു ഐഡിയ അങ്ങ് പഠിച്ചു വെക്കുക. സിമ്പിൾ അല്ലേ? ഇപ്പൊ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, മുകളിലേക്ക് ഉണ്ടെങ്കിൽ 0 to ഇൻഫിനിറ്റി, താഴത്തേക്ക് ഉണ്ടെങ്കിൽ -∞ to 0, അല്ലെങ്കിൽ ഇവിടെ മുകളിലേക്ക് 0 തൊട്ട് മുകളിലേക്കാണെങ്കിൽ നമുക്ക് റേഞ്ച് R+ എന്ന് പറയാം. ഇനി ഇങ്ങോട്ട് ഇവിടെ താഴത്തേക്ക് ആയതുകൊണ്ട് R- എന്ന് പറയാം. ഒരു കുഴപ്പമില്ല, ആൻസർ കറക്റ്റ് ആണ്. സെറ്റ് അല്ലേ? ഇനി ഇതിനെ വെച്ചിട്ട് കുറച്ച് ഈ മോഡ് എക്സിന്റെ കുറച്ച് വെറൈറ്റികൾ നമുക്ക് പഠിക്കണം കേട്ടോ. ഇനി ഞാൻ ആദ്യം എടുക്കുകയാണ് മോഡ് എക്സ് +3 ആണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കാം. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ വെറുതെ കൂടുതലൊന്നും വരക്കാൻ പോകണില്ല. ഞാൻ എന്ത് ചെയ്യാം? മോഡ് എക്സിന്റെ ഗ്രാഫ് അറിയാം. മോഡ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെയാ? വി ഷേപ്പ് ആണ്. ഇവിടെ +3 കൂടി ഉണ്ട്. അപ്പൊ മോഡ് എക്സ് +3. അപ്പൊ വൈയിലേക്ക് വരാം. ഇതാണ് വൈ. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? 3നെ മാർക്ക് ചെയ്യാം. അപ്പൊ മോഡ് എക്സ് +3 എന്ന് പറഞ്ഞാൽ ആ വി ഷേപ്പ് എവിടെ നിന്ന് സ്റ്റാർട്ട് ആവും? ഈ 3യിൽ നിന്നും മുകളിലേക്ക് വരും. എന്തായിരിക്കും? ഇവിടെ +3 ആയതുകൊണ്ട് +3യിൽ നിന്നും മുകളിലേക്ക് വരും. എന്താണ് ഡൊമൈൻ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 6 തന്നെയല്ലേ? വല്ല ചേഞ്ചും ഉണ്ടാവും? ഒരു ചേഞ്ചും ഇല്ല. അടുത്തത് റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, എവിടെ നിന്ന് ഇവൻ സ്റ്റാർട്ട് ആവണേ? 3യിൽ നിന്നും മുകളിലേക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 to ഇൻഫിനിറ്റി. ഇത്രയുള്ള പരിപാടി ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ? ഇനി അടുത്തത് നിങ്ങൾ പഠിച്ചോ, മോഡ് എക്സ് -5 എടുക്കുക. അപ്പൊ ഇത് എങ്ങനെ തുടങ്ങും? ഇവിടെ നമുക്കറിയാം മോഡ് എക്സിന്റെ ഫ്രണ്ടിൽ പ്ലസ് തന്നെയാണ്. അപ്പൊ അതിന് ചേഞ്ച് ഒന്നുമില്ല. നമുക്കറിയാം വി ഷേപ്പ് തന്നെയാണ്. -5 ആ. അപ്പൊ -5 എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ആവണം? വൈയുടെ വാല്യൂ -5 സ്റ്റാർട്ട് ആവണം. -5 ഇവിടെ അല്ലേ വരാ? ഇവിടെ അല്ലേ വരാ? അവിടെ നിന്ന് വേണം എന്ത് സ്റ്റാർട്ട് ആവാൻ? ഈ വിയുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കാനായിട്ട്. എന്തായിരിക്കും ഡൊമൈൻ? ഡൊമൈന് ചേഞ്ച് ഒന്നുമില്ല. ഡൊമൈൻ എന്ന് പറയുന്നത് 6 തന്നെ ആയിരിക്കും. എന്തായിരിക്കും റേഞ്ച് എന്ന് പറയാ? റേഞ്ച് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? -5 മുകളിലേക്ക്. കാരണം ഇവിടെ നിന്ന് എന്താണ്? മുകളിലേക്കല്ലേ പോണേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? -5 to ഇൻഫിനിറ്റി. ഇതായിരിക്കണം എഴുതേണ്ടത്. ഇനി ഒരെണ്ണം കൂടി പഠിച്ചോ, മോഡ് എക്സ് -3 എടുക്കാം. എന്താ വ്യത്യാസം വരാ? ഇവിടെ മോഡിന്റെ ഫ്രണ്ടില് ഇതിന്റെ ഫ്രണ്ടിൽ കിടക്കട്ടെ -മോഡ് എക്സ് +3 കിടക്കട്ടെ. അതായിരിക്കും ഇത്തിരി കൂടി പഠിക്കാൻ. കാരണം മോഡ് എക്സിന്റെ ഇപ്പൊ നമ്മൾ രണ്ടും പഠിച്ചു. -മോഡ് എക്സ് +3 ആ. അപ്പൊ മോഡ് എക്സ് ഇവന്റെ ഫ്രണ്ടില്, മോഡ് എക്സിന്റെ ഫ്രണ്ടിൽ ആരാ? മൈനസ് ആ കിടക്കുന്നത് അല്ലെ? മോഡ് എക്സ് നമ്മൾ ഓൾറെഡി വരച്ചല്ലേ? മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ വി ആയിരിക്കും, മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ വിനെ തിരിച്ചിടുന്നതായിരിക്കും. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? +3 സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാൻ എഴുതാണ്, ഇവിടെ അല്ലേ നമ്മുടെ +3 വരാ. മോഡ് എക്സിന്റെ ഫ്രണ്ടിൽ മൈനസ് ഉണ്ടെങ്കിൽ ഗ്രാഫ് എങ്ങോട്ട് വരും? താഴത്തേക്ക് വരും. ഡൊമൈൻ എന്ത് തന്നെയായിരിക്കും മക്കളെ? ഡൊമൈൻ എന്ന് പറയുന്നത് 6 തന്നെ ഇരിക്കും. അതിനൊരു ചേഞ്ച് ഒന്നുമില്ല. റേഞ്ച് എന്ന് പറയുന്നത് എവിടെ നിന്നാവണം? ഇവിടെ വരാൻ പോണത് ഇതേ താഴത്തുനിന്ന് എവിടെ വരെ വന്ന് അവസാനിക്കും? 3യിൽ വന്ന് അവസാനിക്കും. താഴത്തുനിന്ന് മുകളിലേക്ക്. അപ്പൊ എന്തായിരിക്കും? -∞ to 3യിൽ വന്ന് അവസാനിക്കും. ഇത്രയുള്ളൂ പരിപാടി. അപ്പൊ ഒരെണ്ണം കൂടി പിടിച്ചോ, മോഡ് എക്സ് -2 ആണെന്ന് വിചാരിച്ചോ.
അപ്പൊ എങ്ങനെയായിരിക്കും മോഡ് എക്സിന്റെ ഫ്രണ്ടിൽ മൈനസ്, അപ്പൊ തന്നെ ഗ്രാഫ് താഴത്തേക്കാണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ആവും? -2 സ്റ്റാർട്ട് ആവും. സോ ഞാൻ ഗ്രാഫ് വരക്കാണ്, -2 ഇവിടെ അല്ലേ, അപ്പൊ ഗ്രാഫ് എങ്ങോട്ട് വരും? താഴത്തേക്ക് വരും. ഡൊമൈൻ എന്ത് തന്നെയാ? 6 തന്നെയാ. റേഞ്ച് നമ്മൾ എങ്ങനെ എഴുതും? താഴത്തുനിന്ന് വന്നിട്ട് അവൻ എവിടെ അവസാനിച്ചു? -2 അവസാനിച്ചു. അപ്പൊ നമ്മൾക്ക് എങ്ങനെ എഴുതാം? -∞ to -2. ഇങ്ങനെ വേണം ഡിഫറെന്റ് ഗ്രാഫുകളെ പഠിക്കാനായിട്ട്. സോ നമ്മൾക്ക് നെക്സ്റ്റിലേക്ക് പോവാലോ. അടുത്തതാണ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ പഠിച്ചു വെച്ചോടാ. സിഗ്നം ഫംഗ്ഷൻ ചില സമയത്ത് എടുത്തു തരില്ല, പകരം ഇങ്ങനെയൊക്കെ നമുക്ക് തരും. f(x) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡ് x/x എന്ന് പറഞ്ഞിട്ട് തരും. അതല്ലാന്നുണ്ടെങ്കിൽ x ഡിവൈഡഡ് ബൈ മോഡ് x എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരും. ഇതും പഠിച്ചു വെച്ചോ, ഇതും എങ്ങനെയാന്നുള്ളത് പഠിച്ചു വെച്ചോ. അപ്പൊ മോഡ് x/x അല്ലെങ്കിൽ x/mod x രണ്ടും എന്ത് തന്നെയാ? സിഗ്നം ഫംഗ്ഷൻ ആണ്. സീറോയിൽ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ബാക്കിയുള്ള പോസിറ്റീവ് വാല്യൂസിലെല്ലാം അവൻ എന്തായിരിക്കും? 1 തരുള്ളൂ. ഇനി നെഗറ്റീവ് എക്സിന് ഞാൻ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ അവിടേക്ക് എനിക്ക് എന്താ തരുള്ളൂ? -1 തരുള്ളൂ. അപ്പൊ നമുക്ക് ഡൊമൈൻ എഴുതാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും മക്കളെ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അവൻ 6 തന്നെയായിരിക്കും, അതിലൊരു ചേഞ്ചും ഇല്ല. ഓക്കെ, ഈ താഴത്ത് എന്തെങ്കിലും വരുമ്പോൾ, ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് അതിൽ പ്രശ്നം ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഡൊമൈൻ എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഇതിന്റെ റേഞ്ച് നോക്കിയേ, വൈയിൽ ഏതെല്ലാം വാല്യൂസ് മാത്രമേ ഇതിൽ കിടക്കണുള്ളൂ? വൈയിൽ ഇവിടെ 1 കിടപ്പുണ്ട്, 0 കിടപ്പുണ്ട്, -1 കിടപ്പുണ്ട്. അപ്പൊ റേഞ്ച് നമുക്ക് എഴുതാലോ, -1 0 1. റേഞ്ച് കണ്ടുപിടിക്കാൻ വൈയുടെ ആക്സിസിലേക്ക് നോക്കാം, അവിടെ ഏതൊക്കെ വാല്യൂസ് ഉണ്ട് നോക്കാം, ഒറ്റയടിക്ക് നമുക്ക് പരിപാടി തീരും. സോ നെക്സ്റ്റ് നമുക്ക് ഒരെണ്ണം പഠിക്കേണ്ടത് f(x) എന്ന് പറഞ്ഞാൽ എന്താണ്? x². എന്താണ് f(x) എന്ന് പറഞ്ഞാൽ x². സോ നമുക്കൊന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കാം. f(x) എന്ന് പറഞ്ഞാൽ y = x². അപ്പൊ സ്ക്വയർ ആട്ടോ വരാം. അപ്പൊ ഇതാണ് നമ്മളുടെ x, ഇതായിരിക്കും നമ്മളുടെ എന്ത് വരാ? y എന്ന് പറഞ്ഞിട്ട് വരാം. സോ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കാണ്. 0 ഇടാണ്, 1 ഇടാണ്, 2 ഇടാണ്, 3 ഇടാണ്, ഇവിടെ -1 ഇടാണ്, -2 -3 ഞാൻ ഇടാണ്, ഇവിടെ 1 2 3 4 ഞാൻ ഇവിടെ ഇടാണ്, ഇവിടെ -1 -2 -3 താഴത്തേക്ക് അങ്ങ് വരും. ഇനി 0 ഇട്ട് കൊടുക്കുമ്പോൾ 0യുടെ സ്ക്വയർ എന്ത് തന്നെയാ? 0 തന്നെയാ. 1ന്റെ സ്ക്വയർ എന്താ? 1ന്റെ സ്ക്വയർ ഇട്ടാ 1 തന്നെയല്ലേ വരാ. -1ന്റെ സ്ക്വയർ ഇട്ടാലും നമുക്ക് എന്ത് കിട്ടും? 1 തന്നെ വരും. അടുത്തത് 2ന്റെ സ്ക്വയർ എന്താവും? 4 ആവും. -2ന്റെ സ്ക്വയറും എന്താവും? 4 ആവും. ഇതിന്റെ ഗ്രാഫ് വരാൻ പോണത് ഈ ഒരു ഷേപ്പിലാണ്, യു ഷേപ്പിലായിരിക്കും എന്ത് വരാൻ പോണത്? ഗ്രാഫ് വരാൻ പോണത്. ഇപ്പൊ പഠിച്ചു വെച്ചോട്ടാ. വി ഷേപ്പ് ആണെങ്കിൽ മോഡ് എക്സ് ആയിരിക്കും, യു ഷേപ്പ് ആണെങ്കിൽ x² ആയിരിക്കും. ഇതങ്ങ് പഠിച്ചു വെച്ചോ. എന്താ ഡൊമൈൻ വരാം? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. റേഞ്ച് എന്തായിരിക്കും മക്കളെ വരാ? റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, വൈയുടെ ഫംഗ്ഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ആവണേ? 0 തൊട്ടിട്ട് മുകളിലേക്കാ പോണേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 0 to ഇൻഫിനിറ്റി. സെറ്റ് അല്ലേ? ഇത്രയുള്ളൂ പരിപാടി. ഇനി ഒരെണ്ണം കൂടി പഠിച്ചു വെച്ചോ. f(x) എന്ന് പറഞ്ഞാൽ x³ ആണ്. അപ്പൊ x³ ഗ്രാഫ് എങ്ങനെ വരണം? അപ്പൊ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഗ്രാഫ് ഇവിടെ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, എക്സെട്ര അങ്ങോട്ട് പോവും. ഇങ്ങോട്ട് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഞാൻ ഇവിടെ എടുക്കുകയാണ് എക്സില്. ഇവിടെ -1 -2 -3 എടുക്കുകയാണ്. ഇവിടെ -1 -2 -3 ഇങ്ങോട്ടും ഞാൻ എടുക്കുകയാണ്. പിന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്യൂബ് ആട്ടോ. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ 0³ 0 തന്നെയാ. 1³ എന്ത് തന്നെയാ? 1 തന്നെയാണ് വരാം. അടുത്തത് 2³ എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും 8 ഒക്കെ വരും. അപ്പൊ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും വരാൻ പോണത്. താഴത്തും അതുപോലെ തന്നെ എന്തായിരിക്കും? 0യുടെ ക്യൂബ് 0 തന്നെ. -1ന്റെ ക്യൂബ്, അപ്പൊ -odd നമ്പർ, -3 ആയതുകൊണ്ട് എന്ത് തന്നെ വരും? മൈനസ് തന്നെ വരും. 1³ എന്ന് പറഞ്ഞാൽ -1 തന്നെ വരും. ഇവിടെ വരും. ദെൻ -2³ എന്ന് പറഞ്ഞാൽ -2 ഈവൻ നമ്പർ ആണെങ്കിൽ, അപ്പൊ 2 ആവാം, 4 ആവാം, 6 ആവാം, 8 ആവാം, അതൊക്കെ പ്ലസ് ആവും. അതുപോലെ തന്നെ -odd നമ്പർ 3 5 7 അവരൊക്കെ വന്നാൽ മൈനസ് തന്നെ ആയിരിക്കും വരാം. അപ്പൊ -2ന്റെ ക്യൂബ് എന്ത് വരും? -8 വരും. അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരാൻ പോണതേ ഇതേ ഒരു ഷേപ്പിലായിരിക്കും ഗ്രാഫ് വരാൻ പോണത്. ഇത് എന്ത് സാധനമാണ്? x³ ഗ്രാഫാ. അപ്പൊ ഇതും പഠിച്ചു വെച്ചു. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ത് തന്നെയാ? 6 തന്നെ. റേഞ്ച് എങ്ങനെ നമ്മൾ പറയാ? ഇവിടെ നോക്കിയ മക്കള്, ഇങ്ങോട്ടുണ്ട് താഴത്തേക്കും ഉണ്ട്, ഒരു ബ്രേക്ക് ഒന്നുമില്ല. അപ്പൊ അതും എന്ത് തന്നെയായിരിക്കും? അങ്ങനെ ബ്രേക്ക് ഒന്നും ഇല്ലാതെ മുകളിലേക്കും താഴെ ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് റേഞ്ചും എന്ത് തന്നെ പറയാം? ഡൊമൈൻ ഓൾറെഡി 6 ആണ്. അപ്പൊ റേഞ്ചും എന്ത് തന്നെയായിരിക്കും മക്കളെ? റേഞ്ച് എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഇതും അങ്ങ് പഠിച്ചു. അപ്പൊ ഒറ്റയടിക്ക് നമ്മൾ ഗ്രാഫിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഉണ്ടിട്ട് വരണത് റെസിപ്രോക്കൽ ഫംഗ്ഷൻ. കഴിഞ്ഞ കൊല്ലത്തെ മെയിൻ എക്സാമിന് ചോദിച്ച സംഭവമാണ്. എന്താണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന്? ഇത്ര ഉള്ള സംഭവം 1/x എന്നായിരിക്കും ചോദ്യം. എന്താണ് 1/x? അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാടോ. 1/0 ഇടാൻ പറ്റുമോ? ആദ്യത്തെ ചോദ്യം അതാ. 1/0 ഇടാൻ പറ്റുമോ? 0 ഇടാൻ പറ്റില്ല. കാരണം
1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ എക്സിന് നമുക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റില്ല? 0 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബാക്കി എന്ത് ഇട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡൊമൈൻ നമ്മൾ എന്ത് ചെയ്തത്? R-0 ഇട്ടത്. ഇനി അടുത്തത് റേഞ്ച് ആണ്. നമുക്ക് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. ഇനി 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ആരെ തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. ഇനി ഞാൻ 2 ഇട്ട് കൊടുക്കാം. 1/2 0.5 ആവും. അടുത്ത് 1/3 ഇങ്ങനെ 0.33. അപ്പൊ ഇതിങ്ങനെ താഴ്ന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുക. ഗ്രാഫ് എങ്ങനെയായിരിക്കും വരാം? ഇങ്ങനെ വന്ന് ഇതിലേക്ക് പോകും. മുട്ടത്തില്ല, പക്ഷെ മുട്ടണതിനോട് അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതായിരിക്കും ഗ്രാഫ് വരാൻ പോണം. അപ്പൊ ഈ ഗ്രാഫ് അങ്ങ് പഠിച്ചു വെച്ചോ. അപ്പൊ റേഞ്ച് എന്ത് തന്നെയാ? ഇവിടെ നോക്കാം, വൈയുടെ വാല്യൂ മുകളിലേക്ക് ഉണ്ട്, അതുപോലെ തന്നെ താഴത്തേക്ക് ഉണ്ട്. പക്ഷെ എക്സെപ്റ്റ് ആരില്ല? 0 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? റേഞ്ചും എന്ത് തന്നെയായിരിക്കും? R-0 തന്നെയായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുകയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്നുള്ളതാണ്. എന്താണ് ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് അറിയോ? സിമ്പിളാണ്. റെപ്രസെന്റ് ചെയ്യണത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. സിമ്പിളായിട്ട് ഇതേ പഠിപ്പിച്ചു തരാം. ഇവിടെ 0 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, -2 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ 0 ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. -1 ഇട്ട് കൊടുത്താൽ എന്ത് തന്നെയായിരിക്കും? -1 ആയിരിക്കും. 1 ഇട്ട് കൊടുത്താൽ എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. 2 ഇട്ട് കൊടുത്താൽ 2 ആയിരിക്കും. -2 ഇട്ട് കൊടുത്താലും എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. പ്രശ്നം എന്താണെന്നറിയോ? പോയിന്റ് വാല്യൂ വരുമ്പോഴാ. ഇതിപ്പോ ഞാൻ എടുക്കുകയാണേ, 0.1 എടുക്കുക, 0.5 എടുക്കുക, 0.7 അല്ലെങ്കിൽ 9 എടുക്കുക. പോട്ടെ, ഇതിന്റെ ആൻസർ എന്താ വരാന്നറിയോ? 0.1 എന്ന് പറഞ്ഞ് ഇവിടെ അല്ലേ വരാ? 0.1. അടുത്തത് 0.5 എന്ന് പറഞ്ഞ് ഇവിടെ വരും. 0.9 എന്ന് പറഞ്ഞ് ഇവിടെ വരും. ഇതല്ലേ വരാൻ പോണേ? ഇവന്മാരുടെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഇൻറ്റീജേഴ്സ്, അതായിരിക്കും ഇതിന്റെ ആൻസർ വരാം. അപ്പൊ ഈ 0.1ന്റെയും 0.5ന്റെയും 0.9ന്റെയും തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന മുമ്പിൽ വരുന്നത് ആരായിരിക്കും നോക്കാം? ഇതെല്ലാവരും ആര് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഗ്രാഫ് ഇവിടെ എങ്ങനെ വന്നത്? 0 തൊട്ടിട്ട് 0.9 വരെ 0യിൽ തന്നെ ഗ്രാഫ് വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? 1.1 എന്ത് വരും? 1.1ന്റെ തൊട്ട് മുമ്പിൽ ആരാ കിടക്കുന്നേ? 1 അല്ലേ? 1.5ന്റെ തൊട്ട് ഫ്രണ്ടിൽ ആരാ? 1 തന്നെ. 1.9ന്റെ ഫ്രണ്ടിലും ആര് തന്നെയാ? 1 തന്നെ. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് 1 തൊട്ടിട്ട് 1.9 വരെ ആര് വന്നത്? ഇങ്ങനെ ഗ്രാഫ് വന്നത്. ഇനി താഴത്തേക്ക് നമുക്ക് ലെഫ്റ്റിലേക്കും കൂടി എടുക്കാം. ഞാൻ എടുക്കാം -0.5 എടുക്കാം. എന്ത് -0.5? ഇവിടെ അല്ലേ -0.5 വരാ? അവരുടെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്നത് ആരാ? -1. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? -1. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് വരുന്നതൊക്കെ എന്താവുക? -1 ആവുക. ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരണം. അതാണ് സ്റ്റെപ്പ് വൈസ്. സ്റ്റെപ്പ് എന്ന് പറയാ. സ്റ്റെപ്പിനെ പോലെ തോന്നല്ലേ? അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പേര് പറയാ? സ്റ്റെപ്പ് വൈസ് ഫംഗ്ഷൻ എന്ന് പറയാ. എന്തായിരിക്കും? സ്റ്റെപ്പ് വൈസ് ഫംഗ്ഷൻ. അപ്പൊ ഇതും പഠിച്ചു വെച്ചോ. ഇതിന്റെ ഡൊമൈൻ എന്താ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിനെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഡൊമൈൻ എന്ത് തന്നെയാ? R തന്നെയാ. റേഞ്ച് എന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് അറിയാം. റേഞ്ച് നമുക്ക് കിട്ടിയത് 0, -1, 1, 2 ആ ഒരു സംഭവങ്ങളൊക്കെ അല്ലേ? അപ്പൊ -ഉം ഉണ്ട്, 0 ഉണ്ട്, പ്ലസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പോയിന്റ് വാല്യൂസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ മൈനസ് വാല്യൂ -2, -1, 0, 1, 2 ഇവരൊക്കെ നമുക്കൊരു പേര് പറയാലോ, ഇൻറ്റീജേഴ്സ്. അപ്പൊ ഇൻറ്റീജേഴ്സ് ആയിരിക്കും ആര് വരാ? ഇവരുടെ റേഞ്ച് വരാ. പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് നമുക്കൊന്ന് എഴുതാം. ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കണം. അപ്പൊ എന്താണ് ഈ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആട്ടോ. സിമ്പിൾ ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നിങ്ങളെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് അങ്ങ് എഴുതി വെച്ചോ. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? എങ്ങനെ ചെയ്യണം എന്നറിയോ? ഇപ്പോ ഇവിടെ ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കാം. ഇപ്പൊ ഇവിടെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഇവിടെ വല്ല P, Q, R, S, T ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോ ഇത് P എന്ന് പറയുന്നത് നിങ്ങളാണ്. ഇപ്പൊ ആരെങ്കിലും ഒരാളെ വിചാരിക്കാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ഒരാളെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ക്ലാസ്സിലെ ഗേൾസ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് ക്ലാസ്സിലെ ഗേൾസ് ആണ്, ഇതെല്ലാം ബോയ്സ് ആണ്. ഇതിൽ ആദ്യത്തെ ഒരു ബോയ് ആണ് നിങ്ങളെന്ന് വിചാരിക്കുക. ഈ എല്ലാ ഗേൾസിനും Aയിൽ നിന്ന് Pയിലേക്ക് ഇഷ്ടം തോന്നാം, Bനും നിങ്ങളോട് ഇഷ്ടം തോന്നാം, Cനും നിങ്ങളോട് ഇഷ്ടം തോന്നാം, Dനും നിങ്ങളോട് ഇഷ്ടം തോന്നാം. വല്ല പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ A എന്ന് പറയുന്നത് ഫസ്റ്റ് ഉള്ള ആൾക്ക് 2 പേരോട് ഇഷ്ടം തോന്നാൻ പാടുണ്ടോ? അത് പാടില്ല. അപ്പൊ അതെന്താവില്ല? ഫംഗ്ഷൻ ആവില്ല. എത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് ഉള്ളവൻ എന്ത് ചെയ്യണം? ഓരോരുത്തരും ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പഠിച്ചോ. ഫസ്റ്റിലുള്ളവരെ നമ്മൾ പറയുന്ന പേരായിരിക്കും പ്രീ ഇമേജ് എന്ന് പറയാം. എന്തായിരിക്കും? പ്രീ ഇമേജ് എന്ന് പറയാ. രണ്ടാമതുള്ളവരെ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഇമേജ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ പ്രീ ഇമേജിന്റെ ഒരു ടീമായിരിക്കും എന്ത്? ഡൊമൈൻ എന്ന് പറയാ. ഇമേജിന്റെ ടീമിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയാ? ഇമേജിന്റെ ഒരു സെറ്റിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയാ? റേഞ്ച് എന്ന് നമ്മൾ പറയാം. ഓക്കെ ആണോ?
ഇതിൽ ആരൊക്കെ വന്ന് കണക്ട് ആയിട്ടുണ്ടോ അവരെയായിരിക്കും നമ്മൾ എന്ത് പറയാ, ഇമേജ് എന്ന് പറയാം. ഓക്കെ, മൊത്തം സെറ്റിനല്ല കേട്ടോ, ആരൊക്കെ സെക്കൻഡ് സെറ്റിലേക്ക് കണക്ട് ആയിട്ടുണ്ട് അവരെയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് പറയാ, ഇമേജ്. അപ്പൊ നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കിയേ, എന്ത് മാത്രം കണ്ടുപിടിക്കുക. അപ്പൊ പെട്ടെന്നൊരു ഷോർട്ട് കട്ടിൽ കണ്ടുപിടിക്കണ്ടേ, ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്നറിയോ, ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഫംഗ്ഷനിൽ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് ടേം ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. ഇതങ്ങ് പഠിച്ചു വെച്ചോ, ഫസ്റ്റ് ടേം ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. ഇതങ്ങ് ആദ്യമേ പഠിച്ചു വെച്ചു. ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്തല്ല ഫംഗ്ഷനിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് ചെയ്യുന്നത് 3 പേരോട് ഇഷ്ടം തോന്നി, പ്രശ്നം പറ്റിയില്ലേ, പ്രശ്നമാണ്, നടക്കൂല, ഇത്രോള് പരിപാടി. അപ്പൊ ഇതിലേക്ക് നോക്കിയ മക്കള് സെക്കൻഡ് ടൈം എല്ലാം 1 വന്നാലും കുഴപ്പമുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇയാളോട് ഇഷ്ടം തോന്നി, എല്ലാം കുഴപ്പമുണ്ടാ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നോക്കാം, ഇതിൽ ഫസ്റ്റ് ടൈം 2 ആണ്, 5 ആണ്, 8 ആണ്, 11, 14, 17. ഫസ്റ്റ് ടൈം ഒക്കെ റിപ്പീറ്റ് അല്ലേ, എല്ലാം സെപ്പറേറ്റ് അല്ലേ, ഡിഫറെന്റ് അല്ലേ മക്കളെ. അപ്പൊ എന്തായിരിക്കും ആൻസർ, എന്താ, ഫംഗ്ഷൻ തന്നെയാ. സെക്കൻഡ് ടൈം സെയിം ആയിരുന്നു, വല്ല പ്രശ്നമുണ്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എവറി പ്രീ ഇമേജ് ഹാസ് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഇമേജസ്, സോ നോ ഇഷ്യൂ. ഇതെന്തായിരിക്കും, ഇതൊരു ഈ റിലേഷൻ ഫംഗ്ഷൻ ആയിരിക്കും. ഐഡിയ കിട്ടിയ. രണ്ടാമത്തേലേക്ക് വരാം. രണ്ടാമത്തേലും ഫസ്റ്റ് ടൈം നോക്കുക, 2 ആണ്, 4 ആണ്, 6 ആണ്, 8 ആണ്, 10 ആണ്, 12 ആണ്, 14 ആണ്. അവിടെയും ചേഞ്ചുകളൊന്നുമില്ല, അവിടെ എല്ലാം ഡിഫറെന്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് എന്ത് തന്നെ പറയാം, എവറി പ്രീ ഇമേജസ് ഹാസ് ഡിഫറെന്റ് ഇമേജസ്, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, റിലേഷൻ ഈ റിലേഷൻ എന്ത് തന്നെയാണ്, ഫംഗ്ഷൻ ആണ്. അടുത്തതിൽ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം, 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 1ൽ എത്ര ഇമേജസ് ഉണ്ട്, അവിടെ 2 ഇമേജസ് വന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഹിയർ 1 ഹാസ് 2 ഇമേജ്. മൂന്നാമത്തേൽ മാത്രമാണ് പ്രശ്നം. 1 ഹാസ് 2 ഇമേജസ്, ദാറ്റ് ഈസ് ആരൊക്കെയാണ് വന്നേക്കുന്നത്, 3 and 5. therefore this is not a ഫംഗ്ഷൻ. ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്തു, അതെന്തല്ല, ഫംഗ്ഷൻ അല്ല. പക്ഷെ അങ്ങനെ നമുക്ക് എഴുതാൻ പാടില്ല എക്സാമിൽ. എക്സാമിൽ നമ്മൾ എന്ത് എഴുതണം, ഫസ്റ്റ് ടൈമിൽ അതായത് 1ന് എത്ര ഇമേജസ് വന്നു, 2 ഇമേജസ് വന്നു. ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ആയി അവരാരൊക്കെയാ, 3ഉം 5ഉം. ഇങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. therefore not a ഫംഗ്ഷൻ. ഈ ഐഡിയ അങ്ങ് പഠിച്ചു വെച്ചോ. അപ്പൊ ഇനി ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ പഠിക്കുകയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ കൊല്ലത്തെ എക്സാമിന് ചോദിച്ചതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിന്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ്. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ചെയ്തല്ലേ മക്കളെ. എന്താണ് വരാ, മൈനസ് മോഡ് എക്സ് അല്ലേ. ഇപ്പൊ മൈനസ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗ്രാഫ് വരാ, ഇങ്ങനെയല്ലേ ഗ്രാഫ് വരാ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച. അപ്പൊ എന്തായിരിക്കും, 0 വരെ വന്ന് നിൽക്കും. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ വി ആണ്, മൈനസ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ താഴത്തേക്കാ. അപ്പൊ എന്തായിരിക്കും ഡൊമൈൻ, എന്താ ഡൊമൈന് ചേഞ്ച് ഒന്നുമില്ല, ഡൊമൈൻ ആറ് തന്നെയാ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, താഴത്തുനിന്ന് എവിടം വരെ വന്ന് അവസാനിച്ചു, 0 വന്ന് അവസാനിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, -∞ to 0. ഒറ്റയടിക്ക് നമ്മൾ കിട്ടിയില്ലേ. അടുത്തത് പഠിക്കാൻ സുഖട്ടോ, √9 - x². ഈ റൂട്ടിന്റെ അകത്ത് എന്ത് വരാൻ പാടില്ല. നമ്മൾ ഇത് പഠിക്കണത് റിയൽ ഫംഗ്ഷൻസ് വെച്ചിട്ടാണ്. എന്താണ് റിയൽ ഫംഗ്ഷൻ, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരാൻ പാടില്ല, റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല. റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. നമ്മൾ അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ കോംപ്ലക്സ് നമ്പറാ. അപ്പൊ അത് നമുക്ക് ഇവിടെ വേണ്ട. റൂട്ടിന്റെ അകത്ത് 0 ആവാം, 0നേക്കാൾ മുകളിൽ പോവാം. ഇത് പഠിക്കാൻ, ഇങ്ങനെ റൂട്ടിന്റെ അകത്ത് വന്നാൽ പഠിക്കാൻ സിമ്പിൾ ഒരു മാർഗം ഉണ്ട് കേട്ടോ. എന്താ അറിയോ, 9 - റൂട്ടിന്റെ അകത്തുള്ളവനെ ഞാൻ എടുക്കുകയാണ്, =0 കൊടുക്കാം. എന്താണ് =0 കൊടുക്കുക. -x² ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, +x² ആവും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താവും, √9 ആവും. എന്താണ് √9ന്റെ വാല്യൂ, കുറച്ച് പേരെങ്കിലും മനസ്സിൽ 3 മാത്രം വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ 3 അല്ല, പകരം ആൻസർ എന്താണ്, +or-3. എന്തായിരിക്കും, +or-3. -3യുടെ സ്ക്വയറും 9, 3ന്റെ സ്ക്വയറും 9. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, -3. അപ്പൊ നമുക്ക് ഡൊമൈൻ കിട്ടിയടാ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെ ഇരിക്കും, -3 തൊട്ടിട്ട് 3 വരെ ഇരിക്കും. മക്കൾ ഇട്ട് നോക്കിയേ, ഇതിന്റെ അകത്ത് ഇട്ട് കൊടുത്താൽ ഇവമാരൊക്കെ പ്ലസ് ആയിട്ട് നിൽക്കും. -3ഉം 3ഉം നടുക്കുള്ള 0 ഇട്ട് കൊടുത്തോ, ഇവമാരൊക്കെ എന്തിൽ വന്ന് നിൽക്കും, ആ 0 അല്ലെങ്കിൽ റേഞ്ചിൽ നിൽക്കും. ഇനി റേഞ്ച് കണ്ടുപിടിക്കാൻ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. റൂട്ടിന്റെ അകത്ത് എന്ത് മാത്രമേ വരാൻ പാടുള്ളൂ, റൂട്ടിന്റെ അകത്ത് 0 തൊട്ട് മുകളിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് റേഞ്ച് കിട്ടി. 0 തൊട്ട് എവിടം വരെ വരും, ഇവിടുത്തെ മാക്സിമം ആരാ 3. അപ്പൊ അത് തന്നെ വരുള്ളൂ. നമുക്ക് ഇട്ട് നോക്കാം, വേണമെങ്കിൽ ഇട്ട് നോക്കിക്കോ. എക്സിന്റെ അകത്ത് 0 ഇട്ട് കൊടുത്താ 9 - 0², അതായത് 9 - 0. √9 എത്രയാ, 3 അല്ലേ കിട്ടാ, അല്ലേ. ഇനി നമുക്ക് 3 ഇട്ട് കൊടുക്കാം. √9 - 3², 9 - 9, 0 ആയി പോയില്ലേ, അതല്ലേ കിട്ടിയത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടൂലേ. മക്കളൊന്ന് വേഗം ഒന്ന് പറഞ്ഞേ, √49 - x². എന്തായിരിക്കും റേഞ്ച് വരാം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 49 എന്ന് പറയുന്നത് x² ആവും. x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, √49.
+or-7. എന്തായിരിക്കും ഡൊമൈൻ? ഡൊമൈൻ നമുക്ക് എഴുതാലോ. ഡൊമൈൻ എഴുതുന്നു എന്താടാ? -7, എഴുതിയില്ലേ? റേഞ്ച് നമുക്ക് എഴുതാലോ. റേഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം? 0 to 7. ഇത്രയല്ലേ? ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് ഏതെങ്കിലും ഡിഫറെന്റ് ഒക്കെ ആയിട്ടൊക്കെ പല പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് 2x - 5 എഫ് ഓഫ് എക്സ് തന്നേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 0 അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരടാ? 2x - 5 എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥലത്ത് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? 0 ഇട്ട് കൊടുത്താൽ പോരെ. ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് 2 × 0 - 5. എത്രയാണ് 2 × 0 എന്ന് പറഞ്ഞാൽ 0 - 5 ദാറ്റ് ഇസ് ഈക്വൽ ടു -5. ഇത്രയുള്ള പരിപാടി. അടുത്തത് എഫ് ഓഫ് 7 ആണ്. എഫ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥലത്ത് 7 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 × 7 - 5. 2 × 7 എത്രയാ? 14 - 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 9 ആണ് വരാ. ഒരെണ്ണവും കൂടി ഇല്ലേ? എഫ് ഓഫ് -3 ആണ്. എന്ത് വരും? 2 × -3 -5 2 × -3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -6 - 5 ദാറ്റ് ഇസ് ഈക്വൽ ടു -11. ഇത്രയുള്ള പരിപാടി. ഒരേ സിമ്പിൾ ആണെങ്കിൽ ആഡ് ചെയ്യുക, അതേ സിമ്പിൾ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത്രയല്ലേ ഉള്ളൂ മക്കളെ പരിപാടി. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ പഠിച്ചത് ഡൊമൈൻ എന്താന്ന് പഠിച്ചു, റേഞ്ച് എന്താന്ന് പഠിച്ചു, കോഡൊമൈൻ എന്താന്ന് പഠിച്ചു. അപ്പൊ ഇവരെ കുറിച്ച് നിർബന്ധമായിട്ട് പഠിക്കുക. പിന്നെ എന്ത് പഠിക്കണം? നമ്മളുടെ ഡിഫറെന്റ് ഗ്രാഫുകൾ ഒറ്റ ഒരെണ്ണം പോലും വിടരുത് കേട്ടോ. എല്ലാ ഗ്രാഫുകളും മക്കൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇപ്പൊ എങ്ങാനും ചോദിക്കുകയാണ്, ഇപ്പൊ x-1² ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിന് ഓരോ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഗ്രാഫ് ഒന്ന് വരക്കുക. എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. കിട്ടുന്നത് എന്താണോ അത് ഇവിടെ വൈയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം എക്സിന് 0 ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ വാല്യൂസും കണ്ടുപിടിച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ ഗ്രാഫ് എങ്ങനെ ഈ ഒരു ഷേപ്പിലൊക്കെയാണ് വന്നതെന്ന് വിചാരിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വല്ല 3 കിടക്കണം. നമുക്കിപ്പോ ഡൊമൈൻ പറയാം. ഡൊമൈൻ എന്ത് തന്നെയാ? ഡൊമൈൻ 6 തന്നെയാ. റേഞ്ച് എന്തായിരിക്കും വരാ? ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 to infinity. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇത്ര ഉള്ളൂ ഈ ഡൊമൈൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് റിലേഷൻ എന്ന് നമ്മൾ പഠിച്ചു, എന്താണ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. എങ്ങനെയാ? ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാ പ്രീ ഇമേജസിനും ഒരൊറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ, അത് നമ്മൾ പഠിച്ചു. ഇനി ഇതുപോലെ √9 - x² ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്ന് ഡിഫറെന്റ് വാല്യൂസ് എഫ് ഓഫ് 0, എഫ് ഓഫ് -1 വാട്ട് എവർ എന്തുവാണെങ്കിലും ചോദിക്കാം, അതും നമുക്കിപ്പോൾ കിട്ടി. ഇപ്പൊ ഇതേ മോഡലായിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിക്കുക. നിർബന്ധമായിട്ടും പഠിക്കുക. നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആവും. ഓക്കെ അല്ലേ?